Good evening everyone. Welcome to India's first animated live tuition. So welcome back. Yes, good evening Nandita. Good evening Jonna. Vismaya. Yes, Nia. Good evening. Yes, നിങ്ങളുടെ പേരുകൾ ക്ലിയർ ആവുന്നില്ല. ഹരികൃഷ്ണ, ഗുഡ് ഈവനിങ്. പിന്നെ സാഗരിക, ഗുഡ് ഈവനിങ്. നിയ, ഗുഡ് ഈവനിങ് ടീച്ചർ. ഓക്കെ, ഗുഡ് ഈവനിങ് നിയ. യെസ്. ഇനി ആരൊക്കെയാ? ഹിബ, സിയാൻ, ഗൗതം, നവമി, ആഷ്ലിൻ, അനയ, ജോസുട്ടി, ദിയ അറ്റൻഡൻസ് എടുക്കുന്ന പോലെ ആയിപ്പോയല്ലോ. ജസ്ലിൻ, പിന്നെ ദിയോ രണ്ടും. ദിയ സജിൽ, മറ്റേ ദിയ സോൾ, നെവിൻ മാത്യു. ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ് മിസ്, ഗുഡ് ഈവനിങ് മാം, ഗുഡ് ഈവനിങ് ടീച്ചർ. എല്ലാ ഗുഡ് ഈവനിങ് സ്വീകരിച്ചിരിക്കുന്നു. സോ എന്തൊക്കെയുണ്ട് വിശേഷം? രാജേശ്വരി, ഗുഡ് ഈവനിങ്. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? തലയൊക്കെ ആട്ടുന്നുണ്ട്, സുഖമാണെന്ന് തോന്നുന്നു. ടുഡേ ഈസ് മൈ ബ്രദേഴ്സ് ബർത്ത്ഡേ, യശോദേവിന്റെ. അയ്യോ, ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ, ഹാപ്പി ബർത്ത്ഡേ എല്ലാരെയും കൂടെ അൺമ്യൂട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ പാടിച്ചു കഴിഞ്ഞാൽ കോമഡി ആവും. ഇങ്ങനെ എക്കോ അടിക്കുന്ന പോലെ 10 വരുവായതുകൊണ്ട് ഞാൻ തന്നെ ഹാപ്പി ബർത്ത്ഡേ പാടാം. യശോദേവൻ ബ്രദറിന്റെ പേര് പറഞ്ഞു, ഞാനിപ്പോ എന്ത് പറഞ്ഞു പാടിയാനെ? യെസ്, ഓക്കെ, പേര് പറ. യെസ്, ഗുഡ് ഈവനിങ് ആൻമരിയ, ഗുഡ് ഈവനിങ് ദേവനന്ദ. ദേവനന്ദയ്ക്ക് സുഖമാണ്, സാഗരിക്ക് സുഖമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് പറ്റിയ? സുഖമാണോ? സുഖമല്ലേ? അവിടെ 2-3 പേരുണ്ടെന്ന്. യെസ്, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഒക്കെ ഇടുന്നറിയാം. ഹൗ ആർ യു? ഐ എം ഫൈൻ. ദിയ, ഹൗ ആർ യു? യെസ്, നന്ദിത ഈസ് ഫൈൻ. നെവിൻ ഈസ് ഫൈൻ. യെസ്, വിസ്മയ ഫൈൻ. ഗുഡ്. രാജേശ്വരി, ഓക്കെ. നിയ, എവ്രിവൺ ഈസ് വെരി ഗുഡ്. സോ ലെറ്റ് മീ ടെൽ യു. യെസ്, ഐ എം ഫൈൻ. നിവിൻ, ഐ എം ഫൈൻ. ഓക്കെ. നൃദേവ്, ഇപ്പൊ പാട്ട് പാടാവേ, ഞാൻ എന്തോ സാധനം പറയാൻ വന്ന. യെസ്, സോ ടുഡേയ്സ് ക്ലാസ് ലാസ്റ്റ് ക്ലാസ് പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും എന്താണ്? യൂട്യൂബ് ലൈവ് ആണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സ്റ്റേറ്റസ് ഇടുക. ഞാൻ പോളിനോമിയൽ ഇംഗ്ലീഷ് എക്സസൈസസ് ഡാണ്ടിരുന്നോ? മോനെ ജീവ, നീ എല്ലാ ദിവസം ക്ലാസ്സിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി കേട്ടോ. ഓക്കെ, സുഖമാണ്. അപ്പം ബ്രദറിന്റെ പേരെന്തായിരുന്നു? മിസ് ലാസ്റ്റ് ക്ലാസ് ഹൗ മെനി പേജസ് ഷുഡ് ഐ ലീവ്? നെവിൻ, it was proof right for around 2-3 pages is enough. Ma'am, just a പേര് നോക്കൂ. ബ്രദറിന്റെ പേര്. നോ ബ്രദറിന്റെ പേര്. യെസ്, മോളിലേക്ക് സ്ലൈഡ് ചെയ്തേ. യെസ്, നൃദേവ്. എന്റെ പൊന്നുമോനെ യശോദേവേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ യശോദേവിനെ. യെസ്, ജീവ കമ്മിങ് ടു യു. ഓക്കെ, യശോദേവ് മോനെ, ബ്രദറിന്റെ പേരെന്താ? വാട്ട്സ് യുവർ ബ്രദേഴ്സ് നെയിം? എന്തോ? നൃദേവ്. ഓക്കെ, നൃദേവ്. ഓക്കെ, എന്നോടൊന്നും തോന്നരുത്, ഞാൻ ട്രൈ ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നൃദേവ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ കൈയടിച്ചു. യെസ്, താങ്ക് യു. ഞാൻ തന്നെയാണ്. ഓക്കെ മാം, ഐ എം എ ന്യൂ സ്റ്റുഡന്റ്. ഓക്കെ, ജീവ. ഹൃദയ് അല്ല മോനെ, നൃദേവ്. NRIDEV. സാഗരിക വിഷ് ചെയ്തിട്ടുണ്ടേ. ഓക്കെ, സോ ജീവ. ഓക്കെ, ജീവ. ന്യൂ സ്റ്റുഡൻസ് എല്ലാം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോ. ഹായ്, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു? Fine, ma'am. Okay, so what happened? Why are you so late? Like, why did you become so late to join 90+? Ma'am, we are trying for tuition, but now I get the information. Now you got the right one. Promotion. Okay, so fine. Welcome to the class. I think one by one you will come to know about the rules and regulations. But I will give you a brief about that. Okay, just wait for a few seconds. We have one more new student, I hope. Yeah. Okay, welcome to the class, Jiva. Yes, ma'am. Okay. Who is that? Megan. Okay. Megan, ഒരു റിക്വസ്റ്റ് വരും, ഒന്ന് അക്സെപ്റ്റ് ചെയ്തേ. അൺമ്യൂട്ട് റിക്വസ്റ്റ്. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. Hello. ഒരാൾ അവിടെ ഒന്നുകൊണ്ട് ചുരിയൊക്കെ കുത്തുന്നു. ഹലോ മെഗൻ. Hello. ഹായ് മെഗൻ, ഹൗ ആർ യു? സുഖമാണോ? Fine. ഓക്കെ, ഫൈൻ. സോ എന്ത് ചെയ്യുന്നു കുട്ടി? ഇപ്പോൾ എന്ത് ചെയ്യുന്നു കുട്ടി? ഇപ്പൊ പഠിക്കാനിരിക്കുന്നു. പറഞ്ഞോ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓക്കെ, സോ ഏതാ സ്കൂൾ, ഏതാ വീട്, എവിടാ? വീട് കൃത്യം പ്രോപ്പർ ഒന്നും പറയണ്ട. ഹോബീസ് എന്തൊക്കെയാ? ജസ്റ്റ് നല്ല ഹോബി. ഓക്കെ സർ,
സാർ ആ കുട്ടിക്ക് ടെക്നിക്കൽ ഇഷ്യൂ നെറ്റ് ഇഷ്യൂ ഉണ്ടോ നോക്കിക്കേ. നെറ്റ് ഇഷ്യൂ ഇല്ല. അപ്പൊ എന്റെ കുഴപ്പമാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? Could you please introduce yourself and tell me about your hobbies? My name is Megan Mariandos. I'm from Perumbavoor. Then my school name is Perumbavoor Public School, also in Perumbavoor. My hobbies are My hobbies are playing with my dog. Oh, so you have a dog? You have a dog or you have dogs? I have 2 dogs. Okay, so which breed? I don't know much about that. Type of patiyan veche. Okay, what kind of dog do you have? Breed അറിയാവോ എൻ്റെ? സത്യം പറയാലോ, ബ്രീഡ് കേട്ടിട്ട് ഓക്കെ എന്ന് പറയാനല്ലാതെ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. സോ ഡോണ്ട് വറി എനിവേസ്. സോ യു ഹാവ് പെറ്റ്സ് ടു, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഐ ആം ഓൾസോ ഫ്രം പെരുമ്പാവൂർ, ആലപ്ര. ഹലോ. ദിയ. ഇത് പറഞ്ഞല്ലേ, ദിയയും പെരുമ്പാവൂർന്നുണ്ട്. പിന്നെ ദേവനന്ദ, അനന്യ മാം ഹോളിലോട്ടുണ്ടോ നോക്കൂ. കുറെ പേര് നൃദേവിന് ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട്. സോ എനിവൺ, ഓക്കെ, ഇപ്പൊ 2 പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി എനിമോർ ന്യൂ അഡ്മിഷൻസ് ആണോ? പുതിയ അഡ്മിഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇഫ് there are any new admissions, please raise your hand. റെസ്പോൺസ് അല്ല, റിയാക്ഷനിൽ നിങ്ങൾക്കുണ്ട് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ സ്റ്റിൽ സ്റ്റക്ക് ആയ പോലെ ഇരിക്കുന്നവരോടുള്ള പ്രത്യേക ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ് പുതിയതെന്ന് നമുക്കറിയാം. വെറുതെ ചോദിച്ചാണ്. ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഇതാക്കാൻ വരട്ടെ. We'll say from our side. Ma'am, are you from Info? No, Kottayam, Navy. ഓക്കെ, പോരട്ടെ. അടുത്ത ഒരു ന്യൂ സ്റ്റുഡന്റ് കൂടെ ഉണ്ട്. ഞാൻ പോലും അറിയാതെ ഞാൻ ഒരു ന്യൂ സ്റ്റുഡന്റ് ആയെന്ന്. പോട്ടെ. സോ കോൾ ബോധം. ഓക്കെ, പറയാം. ഓക്കെ, ദിൻരാജ്. ഹലോ ദിൻരാജ്, ഹൗ ആർ യു? I'm fine. Okay, so just introduce yourself. So myself Dinraj, I'm coming from Parur, studying in Doctor from University. Okay, so welcome to the class. Is this your first 90 plus class or first max class? I joined yesterday. You joined yesterday. So which subject was taken? Social science. Okay. So did you like the class? Yeah. Okay, good. Fine. So anyways, welcome to the class. So the next one. Neha. Hi Neha. Hi. Good evening. Good evening. So how are you? I'm good. How are you, miss? Okay, I'm fine. Okay, so just give a small introduction about yourself. My name is Neha Susan. I am from Littumol. Littumol. Okay. I study in Littumol. Okay, good. Any hobbies? Hobbies, reading. Okay, that's good. Really good. Reading is a very good hobby actually. Okay, anyways, welcome to the class. I hope there are no more new students. Sorry, is he new? Jacob, നീ പോലും അറിയാതെ നീ ഒരു ന്യൂ സ്റ്റുഡന്റ് ആയി മാറിയിരിക്കുന്നു. Jacob, unmute ചെയ്തേ. അയ്യോ, അവിടുന്നല്ല ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ക്യാമറയിൽ ഫോണിൽ നിന്നാ വന്ന സൗണ്ട്. ഇടത്തോട്ടൊക്കെ നോക്കുന്നു. അവിടെ സൗണ്ട് ഉണ്ട്. ഇവിടെ അവിടെ തന്നെ ക്യാമറയിൽ നിന്ന് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ സെറ്റ്. ഓക്കെ, സോ ജേക്കബ്. Yes, miss. ഓക്കെ, ജേക്കബ് ഫസ്റ്റ് ക്ലാസ് ആണോ? Yes, miss. യെസ്. അപ്പൊ ന്യൂ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ എന്താ? ന്യൂ സ്റ്റുഡന്റ് ആണോ? No, I'm just taking a trial class. Okay, so you are just going for a trial class. That's why you didn't raise your hand when I asked for new admissions, new students. Yes, miss. Okay, that's fine. But still, even if it's your trial class, just raise your hand when I am asking for new students. Okay, so just introduce yourself. My name is Jacob Anish. I'm coming from Chakrasri. My hobbies are playing football. Okay, that's really good. Cool. Football. Okay, anyways, welcome to the class. So we have some still. What's that hand raise for? Is that Ari Lakshmi? Okay, Minha, that's fine. Yes, Ari Lakshmi, are you new admission? Yeah, yes, ma'am. Okay, so just give a small introduction about yourself. Unmute.
Like, don't mute unless the conversation is completed. Okay, I will tell you all the rules and regulations. Okay, fine. And I'm from Ernakulam. Ernakulam. Okay, so do you have any hobbies or anything like that? Yeah, painting and dancing. Okay, that's good, really good. Okay, painting and dancing. So I hope these are our only new admissions, new students. So for the older students, the rules and regulations are quite familiar with them. But for the information of new students, I will just give a brief about the instructions. By the coming classes, during the upcoming sessions, you will be able to understand like how the classes are going on, the mode of teaching, everything in our class. Okay, so basic rule is, first of all, you have to keep your camera on during the entire session. That's for 1.5 hours. And put it in landscape mode, not portrait mode, landscape mode. If this is your phone or it's not applicable to laptop. If this is your phone, you should keep it like this, not like this. Make sure that you put it in landscape mode, and we can see all of you are here, whether your cameras are turned on. Okay, so do we have any camera offs? And you should have separate notebooks for each subject in 90 plus, exactly like your school. You should have separate notebooks for each subject, and you should be properly updated. You should attend classes regularly without missing any, and if by any reason if you miss any class on that day itself or by the next day, you should get the recorded video from your class teacher. Class teacher means through WhatsApp you are being contacted, right? From 90 plus team you are being contacted. That's your class teacher. So ask her the link of previous day's session, and only after listening to that class and completing the notes, you are supposed to come for the next session. സ്കൂളിലാണെങ്കിൽ നടക്കത്തില്ലല്ലേ? സ്കൂളിലാണെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ് പോയാൽ പോയി. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിന് വരുന്നതിന് മുൻപേ തലേ ക്ലാസ്സിന്റെ മുൻപത്തെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോ കണ്ട് നോട്ട്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് മിസ് എനി ക്ലാസ്. ആൻഡ് പിന്നെ രണ്ടാമത്തെ കാര്യം, okay, you cannot unmute yourself. You cannot unmute yourself. If you want to say something or if you want to ask any doubt, you have the option for hand raise in reactions. Yeah, there you have the option reactions. There you have hand raise, thumbs up, then other kind of smileys, everything that's open for you. You may use any of those smileys to let your teacher know that you are ready for the class. You have done writing. Thumbs up for when you have done writing, or kind of heart or any kind of smiley. And if you have any doubts, you can raise your hand. And to clear your doubts content wise, like during this session, if you have any doubts, like small doubts or anything, you have chat named Classroom, right sir? Classroom or doubt clearance? Classroom. Okay, in your chat you can see a chat called in participants, you can see Classroom. There you can type your doubts or issues, or I think someone has a network issue. Minha has a network issue, technical issue she is facing. Okay, we'll find a solution soon. So if you are facing any technical issue, then also you can comment, you can chat through that Classroom chat. And if it is an emergency, like you should raise it. If you want to raise your hand and you want to ask directly doubts or anything, then you may use like hand raise option. What else? Yeah, then you are free to sit in the class whenever you have any doubt, even if it is so small as that. You have the right to ask, because you are paying and you are supposed to ask, and you are bound to learn everything clearly. Whenever you have any doubt or anything, either you can comment or you can raise your hand at that moment itself. Don't hesitate to ask any doubt. I'm here to teach you. I'm here to clear all your doubts. So you are free to ask your doubts. And drinking water and all, like for some people, if it is necessary to drink water in between the class, it's okay. No problem. You may drink your water. You can keep a bottled water near you, besides you. I don't want my students to stay hungry or stay dehydrated during the session. But the only thing is that you should listen to the class properly, write down the notes regularly, and complete the homeworks if given. Okay, so we'll learn together, study together. Feel free to ask any doubts, and that's it. And the YouTube link for today's session is given in the chat box. From 90 plus hybrid live tuition, you are given a link, YouTube link. That's for today's session. It's going on live in YouTube. So you can put it as your WhatsApp status, send to your friends if needed. And till now we haven't started our session. So, ma'am, the screen is not visible. Naveen Dev. Yeah. Naveen Dev, please check your network connection. Network. Clear. Okay. So, shall we start our session? We have completed our first chapter, right?
ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത്? സെക്കൻഡ് ചാപ്റ്റർ. സാഗരിക. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ചെറുതായിട്ടൊരു സൈലന്റ് പ്രെയർ നടത്തിയാലോ? കമ്മിങ് ടു ദാറ്റ്. യെസ്, ഓക്കെ, പ്രെയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ബിഫോർ ദാറ്റ് എനി കൺസേൺസ്? ഹോംവർക്ക് ന്യൂ സ്റ്റുഡൻസ് കുഴപ്പമില്ല, നെക്സ്റ്റ് ഡേ തൊട്ട് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞു. അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കളക്ട് ചെയ്യുക. ഓക്കെ, simple. Yes, who's that, ma'am? Joanna, correct. Very good. May I answer? Sagarika. Ma'am, could you please unmute Sagarika? Sir, Sagarika. She's waiting. Okay, Sagarika, please raise your hand. Okay, just answer. Prove that. What was the question? Prove that 1 by root 2 is irrational. Okay. So the answer is prove that 1 by root 2 is rational. Okay. So this implies that 1 by root 2 is equal to a by b, where a and b are co-primes and b more equal to 0. Okay. By taking the reciprocal, we get root 2 is equal to b. By cross multiplying, we get 2b is equal to a, and by rearranging, we get and then 2 is equal to b. By rearranging, we get root 2 is equal to b by a. This implies that b by a is rational. It can return the form of b by 2. Which also implies that root 2 is also rational. But we know that. Okay, yeah. But we know that root 2 is irrational. This contradicts our fact that root 2 is irrational. Therefore, our assumption is wrong. Therefore, 1 by root 2 is irrational. Is irrational. Very good, Sagarika. Teacher, I didn't attend class for 3 weeks because of exam. I will watch all the videos and do the homework. Yesterday only my exam finished. Okay, Nia, you are excused because that's a genuine reason. Okay, എക്സാം ആയിരുന്നു, അപ്പം റെക്കോർഡഡ് ക്ലാസ് ഒക്കെ മേടിക്കും. സോ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആയ പോളിനോമിയൽസിലേക്ക് പോവുകയാണ്. സോ തീയും പുകയൊക്കെ വന്നു. വിൻറ്റാന്റെ ബർത്ത്ഡേ എന്നാണ് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഓക്കെ, യെസ്, പോളിനോമിയൽസ്. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. സോ ഹൂസ് ഗോയിങ് ടു ടെൽ മീ വാട്ട് എ പോളിനോമിയൽ ഈസ്? എന്തെങ്കിലും ഒരു ഐഡിയ പോളിനോമിയലിനെ കുറിച്ച്? അതിന്റെ ഷോർട്സ് ഉണ്ടായിരുന്നോ? യൂട്യൂബ് ലൈവിന്റെ ഷോർട്സ് ഉണ്ടായിരുന്നു. Polynomials are algebraic expressions with one or more terms. It consists of variables, constants and exponents, holding many nomial terms. Nia, walking robot. Ella robot walk cheyro. Anyways, walking encyclopedia. Yes, Nia, you are correct. Sagarika, terms and degrees. So, terms, degrees, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പരിചയമുണ്ട്. So we'll see. Like polynomials, basically നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. Types of polynomials. There are two. On the basis of degree, on the basis of terms. On the basis of degree and on the basis of number of terms, we can categorize the types of polynomial. So, basis of degree. Degree എന്താണ്? Yes. Degree of a polynomial എന്ന് പറഞ്ഞാൽ എന്താ? Degree of a polynomial is defined as the highest power of the variable of its individual terms with non-zero coefficients. So, yes, exponent value, highest power, terms and degrees. Yes. So, degree എന്ന് പറഞ്ഞാൽ എന്താ? Just ഒരു 3x square plus 5x plus 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? The highest power of the variable. ഇതിൽ വേരിയബിൾ ഏതൊക്കെയാ? X വേരിയബിൾ, 2 constant, 3ഉം 5ഉം coefficients and the power is 2. ഇവിടെ x ന്റെ പവർ 1, ഇവിടെ x ന്റെ പവർ 2. ഇതിൽ ഹയസ്റ്റ് പവർ ഏതാ? 2. യെസ്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാന്നല്ലേ? പവർ എന്താണ്, വേരിയബിൾ എന്താണ്? എത്ര ക്ലാസ് തൊട്ട് ഞങ്ങൾ പഠിക്കുന്ന ടീച്ചർ ഞങ്ങളോടാണോ? യെസ്, സോ ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിൾ ഓഫ് ദി ഇൻഡിവിജ്വൽ ടേംസ്. സോ ഈ പ്ലസിന്റെ ഇടയ്ക്ക് സപ്പോസ് വി ഹാവ് ആൻ ഇക്വേഷൻ ലൈക്ക് 4x ക്യൂബ് മൈനസ് 5x പ്ലസ് 3. സോ ഈ പ്ലസിന്റെയും മൈനസിന്റെയും
ഒക്കെ ഇടയ്ക്ക് കിടക്കുന്നതാണ് ഓരോരോ ടേംസ്. 2 is a term, minus 5x is a term, 4x cube is a term. Here 2, 5x, ഇത് വിട്ടിട്ടൊരു കളിയില്ല എനിക്ക്, 3x square is a term. Each are terms. So ഓരോ ടേമിലെയും വേരിയബിളിന്റെ, ഇതിൽ വേരിയബിൾ ഏതാ? x. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 5y cube minus 3y plus 4. ഇതിൽ ഓരോ ടേംസ് ആണ് 5y cube minus 3y 4. സോ ഇതിൽ y പവർ എത്രയാ? 1. y ക്യൂബിന് 3. പവർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള. ഓക്കെ ഫാത്തിമ, യു ആർ എക്സ്ക്യൂസ്ഡ്. യെസ്. സോ കമന്റ് ബോക്സ് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ഓക്കെ, സോ അതില് ഹയസ്റ്റ് പവർ ഒരു പോളിനോമിയൽ തന്നാൽ അതിൽ ഹയസ്റ്റ് പവർ, വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ഏതാണോ അതായിരിക്കും അതിന് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ ടേംസ് എന്ന് പറയുന്ന മോണോമിയൽസ് ആണ്. സോ കമ്മിങ് ടു മോണോമിയൽസ്, ബട്ട് ബിഫോർ ദാറ്റ്, അപ്പൊ ഡിഗ്രിയുടെ ബേസ് ചെയ്ത് ഇതുപോലെ ഹയസ്റ്റ് പവറിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെ, ഇത്രയല്ല ഇതിൽ കൂടുതലുണ്ട് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓർ പവർ, ബട്ട് ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത് ഈ 4 എണ്ണമാണ്. ഫസ്റ്റ് വൺ, കോൺസ്റ്റന്റ് പോളിനോമിയൽ. കോൺസ്റ്റന്റ് പോളിനോമിയൽ ആരാ പറയാൻ പോകുന്നത്? വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റന്റ് പോളിനോമിയൽ? ആൻസർ അറിയെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഹാൻഡ് റൈസ് പോലും ഇല്ലേ? ഹാൻഡ് റൈസ് എവിടെ തപ്പുവാണോ? ആഹാ, അഭിനന്ദൻ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓക്കെ, ജസ്ലിൻ. Yes, ma'am. Okay. Constant polynomial is polynomial which have degree 0. Degree 0. So can you give me an example? ചതിച്ചതാ എന്നെ ചതിച്ചതാ. ഡിഗ്രി 0. 3. ഇതിൽ എവിടെയാ വേരിയബിൾ? വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ അല്ലേ? ജോസൂട്ടി, യെസ്, വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ആണ് ഡിഗ്രി. ഇവിടെ വേരിയബിൾ ഉണ്ടോ? ആലോചിക്കുന്നാണോ അതോ മ്യൂട്ടായി പോയോ? മ്യൂട്ടായി. ഓക്കെ, ജസ്ലി മ്യൂട്ടായിരുന്നു. യെസ്, സാഗരിക, യു ആർ റൈറ്റ്. മ്യൂട്ട് ചെയ്യരുത് ട്ടോ. ഓക്കെ, പറഞ്ഞു ജസ്ലിൻ. 3 plus 5. ഓക്കെ, 3 plus 5. 3 plus 5. 3 plus 5. പൈ. ഓക്കെ, 3 plus പൈ. ഇതിൽ ഏതാ വേരിയബിൾ? ഹരികൃഷ്ണൻ കറക്റ്റ്, അമൽ കറക്റ്റ്, സാഗരിക കറക്റ്റ്. പറഞ്ഞോ. വേരിയബിൾ നമ്മള് പോളിനോമിയലിന്റെ ഡിഗ്രി, പോളിനോമിയലിന്റെ ഡിഗ്രിക്ക് എന്തുവാ ഡെഫിനിഷൻ പറഞ്ഞത്? With an algebraic expression which have all number as stars. Degree of a polynomial. Highest exponent. Highest Exponent. exponent of what? എന്തിന്റെ highest exponent ആണ്? An algebraic expression. ഇതിന്റെ ഹയസ്റ്റ് എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? 2. അപ്പൊ ആരുടെ ഹയസ്റ്റ് എക്സ്പോണന്റ് അത്? X. എക്സിന്റെ. എക്സ് എന്തുവാ? Variable. അപ്പൊ എക്സ്പ്രഷൻ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഇത് മൊത്തമാണ്. ഇതിന്റെ ഹയസ്റ്റ് എക്സ്പോണന്റ് ആണോ? ഇതിന്റെ ഹയസ്റ്റ് എക്സ്പോണന്റ് 1 ആ, ഹോൾ റൈസ് ടു 1 ആ. ഓക്കെ, അപ്പൊ ഈ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ആണ് എന്ത് ജസ്ലിൻ? വേരിയബിളിന്റെ ഹയസ്റ്റ് പവറിനെ എന്തോ വിളിക്കുന്നേ? Degree. യെസ്, ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. അപ്പൊ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണെന്നാ പറഞ്ഞേ? 0. അർപ്പിത കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ. യെസ്, അശ്വിൻ, ഭവ്യ, എല്ലാരും കറക്റ്റ്. ആൻസർ ശരിയാണ്, ബട്ട് how can you say that this is a constant polynomial? Degree should be 0, degree of the variable should be 0. Where is your variable? Variable ഉണ്ടെങ്കിൽ അത് 1 ആവില്ലേ? വേരിയബിൾ ഉണ്ടെങ്കിൽ അത് 1 ആവുമോ? പവർ 1 ആവില്ലേ? ഇപ്പോഴോ? ശരി. ഈ സാധനം കണ്ടിട്ടുണ്ടോ? യെസ്.
സോ എക്സ് റേസ് ടു 0 നമ്മളൊരു കോൺസ്റ്റന്റ് മാത്രമല്ല, കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേര് വെച്ചിട്ട് നമ്മൾ പറയാം എന്താ കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് പോളിനോമിയൽ. ബട്ട് പോളിനോമിയലിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ആസ് പെർ ദ ഡെഫിനിഷൻ ഓഫ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ, കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയണമെങ്കിൽ അതിലെ വേരിയബിളിന്റെ പവർ 0 ആയിരിക്കണം. ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിന്റെ പവർ എനി നമ്പർ റേസ് ടു 0, എനി വേരിയബിൾ റേസ് ടു 0 is 1. Yes. ഓഹോ. Raised to 0 അല്ലേ? റേസ് ടു 0 ആണെങ്കിൽ എക്സ് റേസ് ടു 0 എത്രയാ? X. അപ്പൊ അല്ലല്ല. ഞാൻ ആരായി? അടിച്ചു കാണിക്കുവാണോ? ഓ ജസ്ലിനെ നീ കാണുന്നുണ്ടോ? അവിടെ ഒരുത്തി ഇരുന്ന് ആക്ഷൻ കാണിക്കുക. ഞാൻ വിചാരിച്ചു നിന്നെ തല്ലാൻ വന്നു. എടി പറയണേ ജസ്ലിനെ. എന്റെ ഫസ്റ്റ് വൺ ആരാ എക്സ്പ്രഷൻ ഇടുന്നത്? നൂഹ. നൂഹ അവിടെ ഇരുന്നോട്ടെ. എടി പറയണേ. മല. ഇത് എഴുതണ ഏബൻ വരുന്നതേ ഉള്ളൂ. യെസ്. ഒന്ന് കേക്കട്ടെ ജസ്ലിൻ, ഒന്ന് കേക്കട്ടെ. നൂഹ ഒന്ന് പറഞ്ഞേ. യെസ് പറഞ്ഞോ. എക്സിന് 0 എന്ന് പറയുമ്പോ ആര് വണ്ണാവും? എക്സ് റേസ് ടു 0 is 1. സമാധാനമായി. എത്ര നേരമായി എന്നോട് കിടന്ന് കോപ്രായം കാണിക്കുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ. യെസ്. സോ എനി നമ്പർ ഓർ എനി ആൽഫബറ്റ് റേസ് ടു 0 is 1. So 3x raised to 0 എന്ന് പറഞ്ഞാൽ it is 3 into 1 which is equal to 3 and this is called as a constant polynomial. Okay. So constant polynomialil degree എത്രയായിരിക്കും? Constant polynomialന്റെ ഡിഗ്രി എത്രയാ? യെസ്. നിയ, ലക്ഷ്മി, ഓക്കെ, സാഗരിക, ജോസൂട്ടി. യെസ്, എല്ലാരും പറയുന്നത് കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി ഈസ് 0. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇത് മനസ്സിൽ വെച്ചോണം. നമുക്ക് മോണോമിയൽ, ബൈനോമിയൽ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ കഴിഞ്ഞിട്ടുള്ളതാണ് ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം, ഇൻട്രൊഡക്ഷൻ പാർട്ടിലുണ്ട്. അതിനു മുൻപേ ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ടേംസിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയുണ്ട്? മോണോമിയൽ. ദേവനന്ദ എല്ലാം കഴിഞ്ഞു. സോ ഫാസ്റ്റ്. അഭിനന്ദേ ബൈ ക്വാഡ്രാറ്റിക് ഉണ്ട്, നമുക്ക് പഠിക്കണ്ട, അതുകൊണ്ടാ. ഓക്കെ. യെസ്. Okay. So on the basis of number of terms we have monomial, binomial, trinomial, polynomial. So polynomial വെച്ച് കഴിഞ്ഞാൽ binomial is a polynomial. എല്ലാം polynomial ആണ്. Okay. Binomial, trinomial. കാരണം എന്താണ്? പോളി എന്ന് ഉദ്ദേശിച്ച് മെനി എന്നുള്ളൂ. 2 or more terms ഉണ്ടെങ്കിൽ it's a polynomial. Okay. So നമ്മൾ മോണോമിയൽ എന്താണ് എന്ന് ആരോ പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? മോണോമിയൽ. യെസ്. ഹാൻഡ് റൈസ് ആരെങ്കിലും ഒന്ന് വിളിച്ചേ. സാഗരിക. ഓക്കെ, സാഗരിക പറഞ്ഞേ. Monomial is an algebraic expression in which the number of terms is 1. Okay. So number of 3x. Yes. Example. 3x. So monomial എന്ന് പറഞ്ഞാൽ number of terms will be 1. What about binomial? Okay, who's going to answer? Okay. Monomial sum. Monomial Binomial sum. Binomial sum. 100 or 2. So give me an example. 3 plus 4x. 3 plus 4x. ഇനി അപ്പൊ 3 ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? അമൽ. എന്ത് വിളിക്കാന്ന്? Trinomial. ട്രയൽ വന്നോ? ഓക്കെ, ട്രൈനോമിയൽ. അത് ഞാൻ തന്നെ എഴുതുന്നില്ലാത്തുണ്ട്. യെസ്, ട്രൈനോമിയൽ. എക്സാമ്പിൾ. 3x. ഗുഡ് വിസ്മയ. 3x പ്ലസ് ടീച്ചർ 3x തുടങ്ങി. ഞങ്ങളെല്ലാം 3 വിട്ടിട്ടുള്ള കളിയിലെന്ന്. ഓക്കെ, 3x പ്ലസ് 2x പ്ലസ് 3. എന്തെങ്കിലും ഒന്ന് കൂടുകയോ കുറയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഇപ്പൊ
എത്രയായി? പറഞ്ഞോ പറഞ്ഞോ. ആരായിരുന്നത്? അമൽ. അമലെ പറഞ്ഞോ. എഴുതുന്നൊക്കെ കൊള്ളാം കേട്ടോ എല്ലാരും. ഇതിപ്പോ എത്ര ടേം ആയി? 2. ഞാൻ എത്ര ടേംസാ ചോദിച്ചേ? ഇത് എത്ര ടേംസ് ഉണ്ട്? പിന്നെ പരിപാടിയാണോ? ഒരെണ്ണൂടെ പറ. പ്ലസ് 4x. എന്നിട്ട് ഇപ്പൊ എത്ര ടേംസ് ഉണ്ട്? ഓഹോ, കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളോട് ചോദിക്കാനുണ്ട്. ഇപ്പൊ എത്ര ടേംസ് ഉണ്ട്? ടീച്ചർ ഇമ്മാതിരി ഓരോ പരിപാടിയും കൊണ്ട് ഇറങ്ങിക്കോളും. +1. ആഹാ, ഇതും കൊണ്ട് ടീച്ചർ നിർത്തിക്കോളാം. എന്നിട്ട് ഈ എക്സും കോൺസ്റ്റന്റും അല്ലാതെ വേറെ അറിയത്തില്ലേ? പ്ലസ് 2 21 ആണോ ഉദ്ദേശിച്ചത്? സമാധാനം, അവസാനം എനിക്ക് 3 ടേം തന്നു. അയ്യോ എന്റെ ദൈവമേ. അപ്പൊ ഒരു ട്രൈനോമിയലിന്റെ എക്സാമ്പിൾ പറഞ്ഞാണ് നമ്മൾ ഈ ജില്ലയും കഴിഞ്ഞ് ആലപ്പുഴയും കഴിഞ്ഞ് കോഴിക്കോട് എത്തിയത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? എക്സാമ്പിൾ എന്ന് പറയുവാണെങ്കിൽ 4x + 3y - z. ഈ മൈനസ് ഒക്കെ കൊണ്ടിരുന്നോണ്ട് ആർക്കും വിരോധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മൈനസിനോട് ശത്രുതയൊന്നും ഇല്ലല്ലോ. എല്ലാവരും എക്സാമ്പിൾ പറയുമ്പോൾ പ്ലസ്. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ 5x² - 4x + 3/2. എക്സിന്റെ പവർ കൂട്ടുന്നോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. 6x⁴ - 3x + 9. ഇതെല്ലാം എന്താ? ട്രൈനോമിയൽ. 3 ടേംസ് ഉണ്ടായാൽ മതി. ആ 3 ടേംസും ഇവിടെ ആരോ പറഞ്ഞായിരുന്നു അൺലൈക്ക് ഓർ ഡിസിമിലർ ടേംസ് ആയിരിക്കണം. ഓക്കെ, ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? സിമിലർ ആയിട്ടില്ല. ഇപ്പൊ 5x + 4x അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 9x എന്ന് എഴുതാം. അപ്പൊ ഓരോന്നിനും ഡിസിമിലർ ആയിരിക്കണം. ഇപ്പൊ x² ആണ് ഇവിടെ x ആണ്, ഇവിടെ xന്റെ പവർ 0 ആണ്. ഇവിടെ x⁴, x9. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് x, ഒന്ന് y, ഒന്ന് z. ഓക്കെ, സോ എഴുതുന്ന ടേംസ് തമ്മിൽ സിമിലാരിറ്റി കാണരുത്. ലൈക്ക് ഒന്നെങ്കിൽ എക്സിന്റെ പവറിൽ അല്ലെങ്കിൽ വേരിയബിളിൽ സിമിലാരിറ്റി കാണരുത്. നെവിൻ, ഇഫ് യു നോ ദിസ് പോർഷൻ വെൽ, ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു റൈറ്റ്. ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ബട്ട് ചിലർക്ക് ഇപ്പോഴും ബൈനോമിയൽ ട്രൈനോമിയൽ എക്സാമ്പിൾ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അഭിനന്ദേ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവര് മാത്രം എഴുതിയെടുക്കുക. ഓക്കെ, വ്യത്യാസം എന്താണെന്ന്. വേണമെങ്കിൽ ഇതുപോലത്തെ ചില നോക്കിയിട്ട് തെറ്റെന്ന് വേണം സൈഡിൽ എഴുതിയിട്ടോ. അത് എക്സാമിന് കയറി എഴുതിയേക്കരുത്. 3 ടേംസ് എന്ന് പറഞ്ഞാൽ those 3 terms should be unlike or dissimilar. ഓക്കെ, അത് ക്ലിയർ ആണോ? അത്രയും ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ പോളിനോമിയൽ എന്ന് പറയുന്നത് this is an example for a polynomial. This is also an example for a polynomial. Poly means many. 2 or more ഉണ്ടെങ്കിൽ it's a polynomial. ഓക്കെ, അപ്പൊ 4 ടേംസ് ഉണ്ടെങ്കിൽ 5 ടേംസ് ഉണ്ടെങ്കിൽ അങ്ങനെ എത്ര ടേംസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ പോളിനോമിയൽ. സോ ഇതാണ് നമ്പർ ഓഫ് ടേംസ്. ടേംസിന്റെ എണ്ണം അനുസരിച്ച് ഇതൊരു ടേം, ടേംസിന്റെ എണ്ണം അനുസരിച്ച്. ഇനി ഇതിലെ പവറിന്റെ എണ്ണം അനുസരിച്ച് എക്സിന്റെ പവർ എത്രയാ? 1. വൈയുടെ പവർ എത്രയാ? 1. സെഡിന്റെ പവർ എത്രയാ? 1. ഇവിടെ എക്സിന്റെ പവർ 2, ഇവിടെ എക്സിന്റെ പവർ 1, ഇവിടെ എക്സിന്റെ പവർ 0. 4 1 0. സോ പവർ അനുസരിച്ച് എഴുതുമ്പോഴാണ് നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ഹാവിംഗ് ഡിഗ്രി 0, കോൺസ്റ്റന്റ് പോളിനോമിയൽ. ദെൻ വി ആർ മൂവിങ് ടു ദി പോളിനോമിയൽ വന്നു മെനി 4 or more എത്രയാണെങ്കിലും ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ കണ്ടു. ദെൻ കോൺസ്റ്റന്റ് കണ്ടു. പിന്നെ ഉള്ളതാണ് ഈ 4x + 3y + 2. അത് ഒരു ട്രൈനോമിയൽ ആണ്. അഭിനന്ദേ, ട്രൈനോമിയൽ ഇൻ ദ സെൻസ് 3 ടേംസ്. ഇതിൽ ഏതെങ്കിലും നമ്മൾ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആക്കി എഴുതാൻ പറ്റുമോ? നമ്മളിപ്പോ ജസ്റ്റ് ഒരു പോളിനോമിയൽ എഴുതുക. സോ ഇവിടെ വന്നൊരു ഡൗട്ട് ആണ്. ഇപ്പം ആദ്യമേ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരാൾ എക്സാമ്പിൾ പറഞ്ഞു 4x + 5x സംതിങ് ലൈക്ക് ദിസ് +3. 3 ടേംസ് ഉണ്ടെന്നും പറഞ്ഞ് ബഹളം വെച്ചു. ബട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഫൈനലായിട്ട് എങ്ങനെ എഴുതാം? 9x + 3 എന്ന്
ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഫൈനൽ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ എത്ര ടേംസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്താണ് ഇതിനെ പറയുന്നത്. സോ ദിസ് ഈസ് എ ബൈനോമിയൽ ഹാവിംഗ് 2 ടേംസ്. സോ ട്രൈനോമിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 3 ടേംസ് ഉണ്ടായാൽ പോരാ, they should be different or dissimilar. സിമിലാരിറ്റി കാണരുത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സാധനത്തിന് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 4x² + 5x + 3 മീൻസ് സിംപ്ലിഫൈ എന്ന് വെച്ചാൽ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ പുറത്തെടുത്തിട്ട് മറ്റു രീതിയിൽ എഴുതുന്നല്ലാതെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ഇതിന്റെ മാക്സിമം സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ എങ്ങനെ പോയാലും 3 ടേംസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി മീൻ ബൈ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, എവരിതിങ്. ക്ലിയർ? അല്ലെങ്കിൽ ഡിസിമിലർ ടേംസ് മുമ്പേ പറഞ്ഞ പോലെ -3y ഓക്കെ +4z, ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എങ്ങനെ പോയാലും ഈ 3 ടേംസ് ഉണ്ട്. എക്സിലും വൈയിലും സെഡിലും ഉണ്ട്. കോമൺ ആയിട്ട് ഒന്നുമില്ല, 2 ടേമിലാക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് എ ട്രൈനോമിയൽ. സോ ക്ലിയർ? സിമിലാരിറ്റി പാടില്ല ഇവർ തമ്മിൽ. സിമിലാരിറ്റി ഇൻ ദ സെൻസ് കോൺസ്റ്റന്റിലല്ല, വേരിയബിൾസിലും അതിലെ പവറിലും. ഓക്കെ, സോ ദാറ്റ്സ് ക്ലിയർ. സോ ലീനിയർ പോളിനോമിയൽ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഞാൻ കോൺസ്റ്റന്റ് പറഞ്ഞപ്പോ തൊട്ടേ ലീനിയറിന്റെ പോളിനോമിയൽ ഒന്നും വരുന്നില്ല. വാ. ആ, polynomial of degree 1 is called a linear polynomial. Yes. ദൈവമേ. ബിൻഡ, താങ്ക് യു. എന്റെ 3 സ്ലൈഡ് ആയി എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾസ്. സീ ദി എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾസ് കണ്ടോ? ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ the highest power of the variable in an expression should be 1. ഓക്കെ, അതിനർത്ഥം പ്രത്യേകിച്ചൊന്നുമില്ല, അതിനാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ നോക്കിക്കേ. ഫസ്റ്റ് എക്സാമ്പിൾ, √3x + 5. എക്സ് റൂട്ടിനകത്തുണ്ടോ? ഇല്ല, സെപ്പറേറ്റ് ആണ്. √3x + 5. എക്സിന്റെ പവർ എത്രയാ? 1. സെക്കൻഡ് എക്സാമ്പിൾ, y + √2. തേർഡ് വൺ, x - 2/11. സോ കൂടെയുള്ള കോൺസ്റ്റന്റോ കോഎഫിഷ്യന്റോ സൈനോ എന്തു ആവാം. The only condition is that the power, the highest power, not the power, not just the power. Power എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ? √3x + 5 എന്താ? √3 ഒക്കെ ആരാണോ ദൈവമേ കണ്ടുപിടിച്ചത്? √3x⁻1 + 5 × x⁻0. x⁻0 1 അല്ലേ? സോ നോക്കിക്കേ, the power of x എന്നല്ല പറയണ്ടേ, എന്താ പറയണ്ടേ? The highest power of x should be, or the highest power of the variable should be 1. That's the meaning of a linear polynomial. Okay, ഇനി ഇതൊരു ലീനിയർ പോളിനോമിയൽ. എല്ലാരും ഒന്ന് ലോവർ ഹാൻഡി. മോനെ അല്ല, ഡൗട്ട് ആണോ? അല്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണ് എന്ന് പറയുന്നവർ ഹാൻഡ് റൈസ്. 1 2 3 4. വാവ്. ഓക്കെ, സാഗരിക കണ്ടു. സാഗരിക എന്തോ എല്ലാവർക്കും ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാഗരികനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്, നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് പിള്ളേരെ. ഓക്കെ, സോ ദ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഷുഡ് ബി 1. 10 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിയാണോ? 1/a⁻m = a⁻−m. 7ാം ക്ലാസ്സിൽ പഠിച്ച എക്സ്പോണൻഷ്യൽ പവേഴ്സിൽ. താന്നു തുടങ്ങി. എന്നിട്ട് ഓഹോ, ആഹാ, എല്ലാരും പോയോ? 2 പേരും കൂടെ ഉണ്ടല്ലോ. ധൈര്യം ഉണ്ടോ ഒന്നുകൂടെ പറ. ഒരാളൊന്നും പറഞ്ഞില്ല, ഹാൻഡ് റൈസ് ചെയ്തതേ ഉള്ളൂ. സോ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഷുഡ് ബി 1. മാം, ഐ ആം ബാക്ക്. ഓക്കെ ഫാത്തിമ, വെൽക്കം ബാക്ക്. നന്നായിട്ട് പ്രാർത്ഥിച്ചോ? ടീച്ചറിന് നല്ല ബുദ്ധി തോന്നണമെന്നൊക്കെ പ്രാർത്ഥിച്ചോ? ഓക്കെ, സോ നമ്മൾ ലീനിയർ പോളിനോമിയലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സോ ഹയസ്റ്റ് പവർ ഷുഡ് ബി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x √x. √x എത്രയാണ് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. √x = x⁻1/2. ഇത് നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയത്തില്ല. ലൈക്ക് സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ക്വയർ റൂട്ട്. ഓക്കെ, x² ഓപ്പോസിറ്റ് ആണ് √x. അപ്പൊ എന്ത് വരും? x⁻1/2 എന്ന് വരും. x³ ഓപ്പോസിറ്റ് ആണ്
എക്സ് റേസ് ടു 1/3. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ക്യൂബ് റൂട്ടിനെ എക്സ് റേസ് ടു 1/3, അതായത് സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സ്ക്വയർ റൂട്ട് എക്സ് റേസ് ടു 1/2, ക്യൂബിന്റെ ഓപ്പോസിറ്റ് എക്സ് റേസ് ടു 1/3 ക്യൂബ് റൂട്ട്. ഇങ്ങനെ നമുക്ക് എഴുതാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് ആവശ്യമില്ല, ഭാവിയിലത്തേക്ക് ആവശ്യമുണ്ട്. സോ പറഞ്ഞു വന്നത് എക്സിന്റെ പവർ, ദ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ തരുവാണ്. 4x പ്ലസ് 1/√x. ഇത് ലീനിയർ പോളിനോമിയൽ ആണ് എന്ന് പറയുന്നവർ റേസ് യുവർ ഹാൻഡ്. ലീനിയർ പോളിനോമിയൽ. Yes, this is a linear polynomial. Ma'am, I say that this is a linear polynomial. ആരെങ്കിലും 3 പേര് കൈപൊക്കി. 4, 5, 6, 7, 8, 9, 10, 11. സാർ അവിടെ നിന്ന് എന്തോ കാണിക്കുന്നുണ്ട് ഈ പിള്ളേർക്കൊക്കെ. ഫാത്തിമ. അതായത് ലീനിയർ പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ അല്ലെങ്കിൽ വേരിയബിളിന്റെ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പവർ എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള എക്സ്പോണന്റ്, ഇതാണ് പവർ. 1 ആയിരിക്കും എന്നാണ് ഒരു ലീനിയർ പോളിനോമിയലിന്റെ അർത്ഥം. ഞാൻ ചോദിച്ചിരിക്കുന്നത് ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണോ അല്ലയോ? സോ ഇത്രയും പേര് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ടോ? ഇപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. കുറെ പേർക്ക് ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യുന്നു. ഇനി എല്ലാരും ഒന്ന് ഹാൻഡ്സ് താത്തെ. ഇതല്ലാന്ന് പറയുന്നവരൊക്കെ ഒന്ന് എല്ലാരും താത്തെ. അല്ലാന്ന് പറയുന്നവരുടെ ഹാൻഡ് റൈസിലാണോ ഒരു വിളിച്ച പറ്റിച്ചു? വേണ്ട, മേഘന എന്നെ പറ്റിച്ചു. ഓക്കെ, സോ അല്ലാന്ന് പറയുന്ന രണ്ട് ടീച്ചർ സമ്മതിക്കത്തില്ല. ഓക്കെ, അല്ല ഇപ്പൊ പൊക്കിയ മൂന്നാമത് പൊക്കിയാരാ? അതിനുണ്ടല്ലോ മൂന്നാമതാരാ? ശ്രുതി. ആർക്ക്? എനിക്കാ വേണ്ടിയിരിക്കുന്നത്. പറഞ്ഞോ ശ്രുതി. പോളിനോമിയലിന്റെ ലീനിയർ പോളിനോമിയൽ അല്ല. ബട്ട് വൈ? കാരണം ഇപ്പോ റൂട്ട് എക്സ് എന്ന് പറയുമ്പോ എക്സ് റേസ് ടു 1/2 ഇല്ലേ? അപ്പൊ എക്സിന്റെ അവിടുത്തെ പവർ എന്ന് പറയുമ്പോ 1/2. അപ്പുറത്തെ ഫസ്റ്റ് ടേമില് എക്സിന്റെ പവർ 1. അപ്പൊ ലീനിയർ അല്ലല്ലോ. അതെന്താ? രണ്ട് പവർ വരുമ്പോ എന്തുവായിരുന്നു ഡെഫിനിഷൻ? വീട്ടിൽ പോയെന്നോ? ഒരേ വേരിയബിളില് 2 പവർ. ഒരേ വേരിയബിളിന് 2 പവർ വരത്തില്ലേ? അങ്ങനെ വരത്തില്ലേ? ഇത്ര നേരം എക്സാമ്പിൾ എഴുതിയപ്പോ ചേച്ചി എവിടെ പോയി? പറമ്പിൽ പോയോ? പറ. അല്ല, ഇപ്പൊ ഫ്രാക്ഷൻ മോഡില് പവർ വരുന്നത് വരുമ്പോ ശരിയാവില്ലല്ലോ. ശരിയാവത്തില്ല. അപ്പം ഇതിന്റെ ഹയസ്റ്റ് പവർ ഏതാ? ഇപ്പൊ ഹയസ്റ്റ് പവർ 1 ആണോ? 4x. 4x. ഓക്കെ. 4x ന്റെ പവർ 1 ആണ്. അപ്പൊ ഇത് ലീനിയർ ആണോ അല്ലയോ? ലീനിയർ ആണ്. പക്ഷെ അപ്പുറത്തെ എക്സിന്റെ പവർ 1/2 അല്ലേ? നമ്മുടെ ലീനിയറിന്റെ ഡിഗ്രിയുടെ ഡെഫിനിഷൻ എന്താ? ഞാൻ പഠിച്ചത് 3x². ഇപ്പൊ 3x² പ്ലസ് വേറൊരു വേരിയബിളിന്റെ കൂടെ വരുമ്പോ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പൊ 3x പ്ലസ് 2y² പ്ലസ് അങ്ങനെ വരുമ്പോ വേറെ വേരിയബിൾ അല്ലേ? അപ്പൊ വേറെ വേരിയബിളിന്റെ എന്നുവെച്ചാൽ ഉദ്ദേശിച്ചത് 3x² പ്ലസ് 4y മൈനസ് 3 അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, സെയിം വേരിയബിൾ വരാൻ കേട്ടോ. അതിൽ ഹയസ്റ്റ് 1 ആയിരിക്കണമെന്നേ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ 1 വേരിയബിളിലാണ് ഡീൽ ചെയ്യുന്നത്. 2 വേരിയബിൾസും 3 വേരിയബിൾസും ഒന്നും ഡീൽ ചെയ്യുന്നില്ല, 1 വേരിയബിളിലാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു 1/√x ഇത് പോസിബിൾ അല്ല. കാരണം ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ലീനിയർ ഇക്വേഷൻ, ലീനിയർ പോളിനോമിയൽ അല്ലെങ്കിൽ എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഇതൊക്കെ എഴുതുമ്പോൾ അതിന്റെ പവേഴ്സ് ഹയസ്റ്റ് പവർ എങ്ങനെയായിരിക്കണം?
ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. 1 2 3 എക്സെട്ര. ഓ 0 സോറി ഹോൾ നമ്പർ ആയിരിക്കണം. 0 1 2 3 എക്സെട്ര. ഓക്കെ, റൂട്ട് ഒന്നും വരാൻ പാടില്ല. അത് ഹയസ്റ്റ് പവർ റൂട്ട് വരാൻ പാടില്ല. എന്നാ മോനെ? ഫ്രാക്ഷൻ മോഡിൽ വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഇതെന്ന് പറയുന്നത് ഇതൊരു ഫ്രാക്ഷൻ, ഇതൊരു ലീനിയർ പോളിനോമിയൽ അല്ല. 1/x plus 5 എന്ന് പറയുന്ന ഒരു ലീനിയർ പോളിനോമിയൽ അല്ല. ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, അടുത്ത പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ആണ്. ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി നോക്കിക്കേ, 4x² minus √x plus 4. ഓക്കെ, ഇതിൽ ഹയസ്റ്റ് പവർ എത്രയാ? 2 ഒരു ഹോൾ നമ്പർ ആണോ? ഒരു നമ്പർ ആണോ? യെസ്. സോ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരിക്കും. പക്ഷേ ഇത് ഒരു ലീനിയർ പോളിനോമിയലോ ഒന്നുമല്ല. പോളിനോമിയൽ ഐ തിങ്ക് സോ, യാ. ബിക്കോസ് ഇതിന്റെ പവർ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പർ അല്ല. ഓക്കെ, ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. 0 1 2 3 അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. സോ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ലീനിയർ പോളിനോമിയൽസ് linear polynomial in x is of the form ax plus b where a, b are real numbers and a not equal to 0. ഇനി എന്താ a not equal to 0? ടീച്ചർ സമ്മതിക്കുന്നു. Yes, Sagarika, that's not even a polynomial. 1/x is not even a polynomial. Okay, ഇനി ഇതാരാ പറയുന്നത്? Yes, a not equal to 0. കാരണം Okay, so again Sagarika. അഥവാ a0 ആയി കഴിഞ്ഞാല് വേരിയബിളിന്റെ പവർ 1 ആണെങ്കിലും x into 0 എന്ന് പറയുമ്പോൾ 0 തന്നെയല്ലേ? അപ്പൊ വേരിയബിളിന്റെ ഓക്കെ, ഒന്നും പേടിക്കണ്ട. ഞാനല്ല ജിക്കി സാറാ. ഓക്കെ, എഴുതാൻ വന്നതാ. ഇതല്ലേ ഉദ്ദേശിച്ചത്? അപ്പൊ ഇത് ഈ 0 ഈ എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ആയി കഴിയുമ്പോ അത് കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അപ്പൊ അത് കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയി. അപ്പൊ അത് ലീനിയർ പോളിനോമിയൽ അല്ല. ഇനി എന്തുകൊണ്ടാ b not equal to 0 കൊടുക്കാഞ്ഞത്? b equal to 0 എന്താ കുഴപ്പം? എനിക്കറിയത്തില്ല നെവിന്, ഇവിടെ ഓരോ സൗണ്ട് ഒക്കെ കേൾക്കുന്നു. ഓക്കെ, എഗെയിൻ സാഗരിക. അത് b0 ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, കാരണം എക്സിന്റെ പവർ 1 അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇതിന്റെ ഡെഫിനിഷൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്താണ്? പോളിനോമിയൽ ഇൻ എക്സിസ്റ്റ് ഓഫ് ദ ഫോം ax plus b where a, b are real numbers. റിയൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. √3 ഒരു റിയൽ നമ്പർ ആണോ? Yes, √3 is a real number. It's an irrational number. The collection of rational number and irrational number together forms the set of real numbers. So rational number or irrational number or എന്ത് നമ്പർ ആവാം, integer, natural number, whole number, any kind of number ആകാം, but the highest power of the variable should be a whole number. 0 1 2 3 etc. or x plus b എന്ന ഫോമിലാണ് where a and b are real numbers and a not equal to 0. So first term ഏതാണോ, first term in the sense highest powerന്റെ term ഏതാണോ, എഴുതിക്കോ പിന്നെ എഴുതിക്കോ. highest powerന്റെ term ഏതാണോ ആ ടേമിലെ കോൺസ്റ്റന്റ് 0 ആകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ -5 plus x, -5 എന്ന് എഴുതാം, അത് -5 plus x. ഇതിലെ ഹയസ്റ്റ് പവർ എത്ര? എക്സിന്റെ 1. It's a linear polynomial. It's a linear polynomial, right? So ഇതിന്റെ കോഎഫിഷ്യന്റ് ഇതിപ്പം b plus ax എന്നാണ് കിടക്കുന്നത്. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് a. സോ a എന്ന് പറയുന്നത് ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0 ആകരുത്. 0 ആയാൽ it will become a constant polynomial. Below statement isn't clear, no? കാണാൻ പറ്റുന്നില്ലെന്നാണോ നൂഹ? Again I think you have a network issue. A linear polynomial in x is of the form ax plus b
where a, b are real numbers and a not equal to 0. അതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പം എക്സ് പ്ലസ് ബി വേർ എ ബി ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0. മോളെ ഡൗട്ട് ആണോ? ഒരു ഹാൻഡ് റൈസ് കാണുന്നുണ്ടല്ലോ. നുഹ ഡൗട്ട് ആണോ? എന്തോ വീഡിയോസ് ക്ലിയർ അല്ലാണ്ടല്ല, അടിയത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ബ്ലോക്ക് ആയി കിടക്കും. ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സൂം ചെയ്തിട്ട് ചെറുതായിട്ട് വെറുതെയൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല. ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പോഴോ? പ്രത്യേകിച്ച് മാറ്റിയിട്ടൊന്നും ഓക്കെ ഓക്കെ ഫൈൻ. ഇല്ലാതെ തന്നെ യെസ്. അപ്പൊ എന്ത് പറഞ്ഞു? പക്ഷെ പുകഴ്ത്തി ഞാൻ അപ്പൊ എല്ലാം മറന്നു. ഓക്കെ, ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലീനിയറിന്റെ ഇടയ്ക്ക് ഇപ്പൊ ക്വാഡ്രാറ്റിക്കും ക്യൂബിക്കും എല്ലാം പറഞ്ഞു. ഓക്കെ, നോ ഡൗട്ട്സ്. വെരി ഗുഡ് സാഗരിക. വിസ്മയ, ഏത് ക്ലിയർ ആ മോളെ വിസ്മയ ഉദ്ദേശിച്ചത്? അയ്യോ, നമുക്ക് കുറെ സാധനങ്ങൾ കാണാനുണ്ട്, വേഗം എഴുതിക്ക്. ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, സോ ഹാപ്പി. അങ്ങനെ പറയണം, ഇല്ലെങ്കിൽ ഞാൻ മുട്ടായി മേടിച്ച് തരത്തില്ല. ഓക്കെ, ലൈഫ് തോന്നുന്നു ഞാൻ ആരും ബിരിയാണി കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു. എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. ഓക്കെ ജോസൂട്ടി, അപ്പൊ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തംസപ്പ് ജോന. ഓക്കെ, അഭിനന്ദ് ജിക്കി സാർ ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നു. ജസ്ലിൻ തീ പോക. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ കുറിച്ച് ഞാൻ പറയണം. ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? യെസ്. അല്ല മോനെ, അന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആവേശം നല്ലതാണ്. മോഹൻലാലിനൊരു ഡയലോഗ് ഉണ്ടല്ലോ. അൺമ്യൂട്ടഡ് ചെയ്തേ. അതെന്നെ അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ, സോ ടെൽ മീ ദി എക്സാമ്പിൾസ് ഫോർ ഡെഫിനിഷൻ. കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എക്സാമ്പിൾ പറഞ്ഞേ കേക്കട്ടെ. അയ്യോ, അമ്മയും പെങ്ങളും ആരും എക്സാമ്പിൾ പറയണ്ട, അവൻ പറയും. വൈകിട്ടത്തെ ചോറിന് മീൻകറി മതി. ഓക്കെ, ബാക്കി പറ. 2x plus 5x plus 3. ആവശ്യമില്ലാത്തൊക്കെ കുത്തുന്നു, ആവശ്യമില്ലാത്തൊക്കെ വരുന്നു. 2x plus 5x plus 3. ശങ്കരൻ പിന്നെ തെങ്ങ തന്നെ. എന്നിട്ട് 5x plus 6z. അപ്പൊ ഈ ബൈനോമിയൽ എന്ന് വെച്ചാൽ എന്താ? I'm trapped. Yes, Hasi, Ashwin, Josuti, correct. അതായത് ലീനിയർ really trapped. Yes, Sagia. Sir, birthday party will start with me only. Can I leave, please? Okay, Yashode. Okay, fine. Okay, you will leave. അപ്പോൾ പറയാൻ വന്നത് ഞാൻ മറന്നുപോയി. ക്വാഡ്രാറ്റിക് എന്ന് വെച്ചാൽ ഇതിപ്പോ എങ്ങനെ പറയുന്നത്? മോണോ എന്ന് വെച്ചാൽ 1 അല്ലെങ്കിൽ സിംഗിൾ. ബൈനോ എന്ന് വെച്ചാൽ 2. എല്ലായിടത്തും ഉണ്ടോന്നും 2. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ക്വാഡ്രാറ്റിക് ആൻഡ് ബൈനോമിയൽ. In quadratic polynomial, degree is 2. For a binomial, the number of terms is equal to 2. Yes. QD2. എന്തെങ്കിലുമൊക്കെ കൂടിയിട്ട് പഠിക്കുക. BN2. ബൈനോമിയലിന് നമ്പർ ഓഫ് ടേംസ് ആണ് 2. ഓക്കെ, വലിയ കോഡൊന്നും കിട്ടിയില്ല, ചെറിയ സാധനം പറഞ്ഞുതരാം. ബൈനോമിയലിനും n ഉണ്ട്, നമ്പർ ഓഫ് ടേംസിനും n ഉണ്ട്. ക്വാഡ്രാറ്റിക്കിന് d ഉണ്ട്, ഡിഗ്രിക്കും d ഉണ്ട്. ഓക്കെ, d രണ്ടും ഒരുമിച്ച്, n രണ്ടും ഒരുമിച്ച്. ഇനി തിരിഞ്ഞു പോകത്തില്ലല്ലോ.
ഇനി ഡിഗ്രി നമ്പർ ഓഫ് ടേംസ് എന്താന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇല്ലേ? വേണ്ട. ഓക്കെ, അപ്പൊ ഇനി തിരിഞ്ഞു പോകുന്നവർക്കും മറിഞ്ഞു പോകുന്നവർക്കും ഒക്കെ ആയിട്ട് ക്വാഡ്രാറ്റിക്കിന് ഡിഗ്രി 2 ഡി, ബൈനോമിയലിന് നമ്പർ ഓഫ് ടേംസ് 2 എൻ. ഇതൊക്കെ കിട്ടിയുള്ളൂ, വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് നമുക്ക് ടൈപ്പ് ചെയ്തോണ്ട് വന്നത് കാണാം, മെനുണ്ട്. ഓക്കെ, 2x² പ്ലസ് എക്സലന്റ് സ്വിച്ച് സാഗരിക, താങ്ക് യു സോ മച്ച്. എനിക്ക് വയ്യ. ഓക്കെ, 2x² പ്ലസ് 3x മൈനസ് 2/5 y² മൈനസ് 2 മൈനസ് x². നോക്കിക്കേ, ഈ എക്സാമ്പിളിലൊക്കെ ഒരു പ്രത്യേകത കാണാം. എന്തുവാ പ്രത്യേകത? ഓക്കെ, ഒരു പ്രത്യേകതയല്ല, കുറെ പ്രത്യേകതകൾ കാണാം. ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കണമെന്നില്ല. ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കണമെന്നില്ല. തേർഡ് എക്സാമ്പിൾ നോക്കിക്കേ, 2 മൈനസ് x². സോ എക്സിന്റെ ലൈക് കോഎഫിഷ്യന്റ് ഏത് നമ്പരും ആകാം, പോസിറ്റീവോ നെഗറ്റീവോ ആകാം സൈൻ, ബട്ട് the power should be 2, highest power should be 2 for a quadratic polynomial. അത്രേ ഉള്ളൂ. അതിന്റെ പൊസിഷൻ എവിടെ വന്നാലും കുഴപ്പമില്ല. ദാറ്റ്സ് ഓൾസോ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. പിന്നെ നോക്കിക്കേ, പിന്നെ മൊത്തത്തിലൊന്ന് നോക്കിക്കേ, ഈ √3 √5 ഒക്കെ കാണുന്നത് കോൺസ്റ്റന്റ്സിന് മാത്രമേ ഉള്ളൂ. വിയുടെ പവർ എക്സിന്റെ പവർ ഒക്കെ എന്താണ്? ഹോൾ നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആണ്. സോ എക്സാമ്പിൾസ് നോക്കിക്കേ, എക്സാമ്പിൾസ് എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുത്തോ. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, എനി കൈൻഡ് ഓഫ് നമ്പർ ആകാം. ഇറ്റ് ക്യാൻ ബി എ റിയൽ നമ്പർ. ഓക്കെ സർ, പേര് മാറ്റിക്കോ. എന്റെ പേര് എല്ലാവർക്കും അറിയാം. പേരൊന്ന് മാറ്റിക്കേ. ആ ഇനി സോ പെട്ടെന്ന് എല്ലാവരും കോമന്റ് ബോക്സ് ഒന്ന് ഓൺ ആക്കിയിട്ട് മാത്സ് ടീച്ചറിന്റെ പേരൊന്ന് കമന്റ് ചെയ്തേ. എന്തോരം ചോദ്യമാണ് ടീച്ചറിന് ചോദിക്കാൻ. ഫുൾ നെയിം വേണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ട അഭിനന്ദൻ. ഓക്കെ, മതി, ഞാൻ പേരറിയാം. അത് എന്റെ പേര് ഇത്ര പേരോ. When the equation comes like c plus a² plus bx, we are arranged like x bs for the problems. ഇത്രയും വലിയ പേരൊന്നും എനിക്കില്ല ഹസീമേ. ഓക്കെ, അത് ഹസീം, അത് സ്റ്റാൻഡേർഡ് ഫോം ആണ് രണ്ടാമത് പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞത് തിരിച്ചും മറിഞ്ഞും ഒക്കെ വന്നാലും വിഷയമില്ല. മാം എനി ബാക്ക് സ്റ്റോറി ഫോർ യുവർ നെയിം? ബാക്ക് സ്റ്റോറി ഒന്നുമില്ല സേറ, അത് താങ്ക് യു. അതെന്റെ ആന്റി ഇട്ട പേരാണ്. അതിന് മീനിങ് ഉണ്ട്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. സോ ആന്റി ബുക്സ് ഒക്കെ ധാരാളം വായിക്കുമായിരുന്നു, അപ്പൊ അതിൽ നിന്ന് എടുത്ത പേരാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത്രേ ഉള്ളൂ. ഐ ഡിഡ്ന്റ് റൈറ്റ് യുവർ നെയിം. ഹസീം അല്ലേലും എനിക്കറിയാം. ഹസീം ഒരു ഓക്കെ. ജസ്ലിനെ ഓക്കെ, ഞാൻ എന്താ പറഞ്ഞു പുകഴ്ത്തി അപ്പം ഞാൻ വീഴുന്നു. ഓക്കെ, സോ അതാണ് പേരിന്റെ പിന്നിലുള്ള കഥ. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ പിന്നിലുള്ള കഥ കേൾക്കാം. താങ്ക് യു സേറ. ഓക്കെ, സോ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, എനിക്ക് വയ്യ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ട് വന്നതാണ്. c മൈനസ് ax², ഇത് ജനറൽ ഫോം ആണ്, ax² പ്ലസ് bx. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും പറഞ്ഞത് യെസ് കറക്റ്റ് നവീൻ. ഓക്കെ, ഇങ്ങനെ വന്നാലും എന്താണ്? റീഅറേഞ്ച് ചെയ്ത് മൈനസ് ax² പ്ലസ് bx പ്ലസ് c എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, മൈനസ് എന്ന് വെച്ചാൽ പോസിറ്റീവോ നെഗറ്റീവോ ഇനി കോൺസ്റ്റന്റ്. അപ്പൊ ഇതും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്, ഈ ഒരു ഓർഡറിൽ തന്നാലും. സോ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. ഹയസ്റ്റ് പവർ ഓഫ് x, if the highest power of x is 2, then it will be a quadratic polynomial. Okay, so is that clear? Simple സാധനം. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ഒക്കെ വേഗം എഴുതിയെടുത്തിട്ട് തംസ് അപ്പ് ഒക്കെ ഇട്ടാ നിങ്ങൾ എഴുതുന്ന സമയത്തോടെ എനിക്ക് കമന്റ് വായിച്ചിരിക്കും. ഡൺ മാം, സോ ഫാസ്റ്റ് സാഗരിക. ഓക്കെ, എല്ലാരും കഴിഞ്ഞു. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ polynomial of degree 3 is called a cubic polynomial. Examples: general form of cubic. പേര് വരുത്തിക്കോ. എന്റെ പേര് എല്ലാവർക്കും അറിയാം, എന്നാലും വരുത്തിക്കോ. എനിക്ക് അറിയത്തില്ല, പിന്നെ ചുമ്മാ ഓരോ സൗണ്ട് ഒക്കെ ഇടുന്നു. ഇത് മനഃപൂർവ്വം ഗായത്രി. യെസ്, പ്രീവിയസ് സ്ലൈഡ് ആണ്. കംപ്ലീറ്റ് ചെയ്യാത്തവരൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്തോ പറയുന്നു എനിക്കറിയില്ല. ഓക്കെ, ആൽബിൻ കഴിഞ്ഞോ? ഗായത്രി കഴിഞ്ഞോ? തംസപ്പ് കഴിഞ്ഞെങ്കിൽ തംസപ്പ്. കഴിയാത്തവരുണ്ടെങ്കിൽ ഒരു ഹാൻഡ് റൈസ്. തീ വന്നു, ഇതിൽ ഏത് വിടും? ഏയ്, അമ്മയല്ലേ വിളിച്ചത്?
ഓക്കെ, കഴിഞ്ഞിട്ട് ലോവർ ഡൗൺ ചെയ്തോട്ടെ ഹാൻഡ്. ഓക്കെ, ക്യൂബിക് പോളിനോമിയൽ എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യൂബിക് എന്ന് പറഞ്ഞാല് എക്സിന്റെ പവർ 3 ആണെന്ന് അറിയാം, ആണല്ലോ, അറിയാം. എക്സിന്റെ പവർ 3 ആണെന്ന് അറിയാം ക്യൂബിക് പോളിനോമിയലിന്. അതിനർത്ഥം 2x³ - 3x³ 1/2x³ ഇത്ര എഴുതിയാല് കാണിക്കാം ഫാത്തിമ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ കാണിക്കാം. ഇത്ര എഴുതിയാല് മീൻസ് ഇത് മാത്രമല്ല ക്യൂബിക് പോളിനോമിയല്, ഇതിന്റെ അപ്പുറത്തോട്ട് അതിന് താഴെയുള്ള പവറിലുള്ള എന്ത് വന്നാലും അത് ക്യൂബിക് പോളിനോമിയൽ ആണ്. ഇപ്പൊ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുക. 1/2x³ - 5x + 3 ഇത് ക്യൂബിക് പോളിനോമിയൽ ആണോ? കാണിക്കാൻ ഫാത്തിമ. ആണ്. അപ്പൊ എന്ത് ടീച്ചറെ x² കോഎഫിഷ്യന്റ്? x² കാണുന്നില്ലല്ലോ. ബട്ട് സ്റ്റിൽ വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ? ദ ഹയസ്റ്റ് പവർ ഇസ് 3. അതുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എയുടെ അടുത്തതാണേലും എ ദ ഫസ്റ്റ് ടേമിന്റെ x³ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് മാത്രം 0 ആകാതിരുന്നാൽ മതി. ബാക്കി ഏതതിനകത്തുള്ളത് 0 ആയാലും വിഷയമില്ല. ദ ഹയസ്റ്റ് പവർ ഷുഡ് ബി 3. ബാക്കി പവേഴ്സ് ഇല്ലെങ്കിൽ വിഷയമില്ല, ഉണ്ടെങ്കിലും വിഷയമില്ല. ഓക്കെ നവോമി, വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്. പക്ഷെ നമ്മളിവിടെ 1 വേരിയബിൾ അറ്റ് എ ടൈം, ഒരു വേരിയബിളിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പല വേരിയബിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ x അല്ലെങ്കിൽ y അല്ലെങ്കിൽ z. ഓക്കെ, ഇനി ലീനിയർ പോളിനോമിയലിന്റെ ഞാനൊന്നും അല്ല. സന്തോഷായില്ലേ കേട്ടാ ഫാത്തിമ? എഴുതുന്ന എനിക്കറിയാൻ പാടില്ല ഇവിടെ എന്തോ നടക്കുന്നത്. ആണോ? പറയണ്ടേ ലക്ഷ്മി, ഇനി നമ്മളൊരു കലക്കും. ഓക്കെ നെവിൻ, നൂഹ കാണിച്ചു തരാം. അല്ല അങ്ങനല്ല, ക്യൂബിക്കിന്റെ സ്ലൈഡ് കാണിച്ചു തരാം. ശരി, എന്റെ പിള്ളേരെ കൂടി ഒന്ന് പറ്റും. നീ എല്ലാ ക്ലാസ്സിലും ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. നല്ല സൗണ്ട് ആണെങ്കിൽ ഞാനാ, ചീത്ത സൗണ്ട് ആണെങ്കിൽ ചീത്ത സൗണ്ട് ഞാൻ ഇടാറുണ്ടോ? കമ്മിങ് ഷിഫ. ഷിഫ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് റെഡി ആയിട്ടിരുന്നോ? ലീനിയർ പോളിനോമിയൽ കഴിഞ്ഞവർ വേഗം ഒന്ന് തംസപ്പ് തന്നെ. ഓക്കെ, താങ്ക് യു. സൗണ്ട് ഇനി നമ്മളൊരു കാലക്ക് അത് കഴിഞ്ഞു, എല്ലാം പോട്ടെ. ഓക്കെ, എനിക്കറിയത്തില്ല, ഞാൻ കാണിക്കണം സൗണ്ടൊക്കെ എടുത്തിട്ട്. ആർക്കാണ് ഇവിടെ ക്യൂബിക് ഹാൻഡ് റൈസ് ചെയ്തത് പറഞ്ഞു? ഷിഫ. ഏയ് ഞാനങ്ങനെ ചെയ്യില്ല ഫാത്തിമ, നെവർ. ഷിഫ എന്തി പറഞ്ഞു? ഷിഫ ഓക്കെ. A minus 3x square minus 2x minus 3x³ പോയോ? തപ്പാൻ പോയതാണോ? സ്കൂളിലെ ബുക്കിലുള്ളതാണോ? ഇപ്പൊ കണ്ടതാണോ? പറ, ബാക്കി പറ. ഒരു എക്സാമ്പിൾ ഞാൻ കണ്ടായിരുന്നു. -3x³ - 2x² + 5. ഇതില് 2x² വന്നുണ്ട്, x³ വന്നുണ്ട്. അപ്പൊ രണ്ടും വരുമ്പോ ഹയസ്റ്റ് പവർ ഏതാ? ഹയസ്റ്റ് പവർ 3. ഡിഗ്രിയുടെ ഡെഫിനിഷൻ എന്താ? A polynomial of degree 3 is called cubic polynomial. ഡിഗ്രിയുടെ ഡെഫിനിഷനോ? What do you mean by degree of a polynomial? അതല്ല, ഇപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറയാനാണെങ്കിൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതിയോ? യസ്നിയ, യു ആർ റൈറ്റ്. പറ, ഓപ്ഷൻ തരുന്ന ഞാൻ പറയണോ? അല്ലെ, ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ -3x³ - 2x² + 5 ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാമോ? ടീച്ചർ എന്തോന്ന് കളിക്കുകയാണോ? ഓക്കെ, സോ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഡെഫിനിഷൻ പറ. The degree will be 2. Degree will be 2. What do you mean by degree of a polynomial? Highest power of a variable. ക്വസ്റ്റ്യൻ പോയി, എവിടെ ആയിരുന്നു എന്തോ. ഇവിടെ എഴുതിയത് -3x³ - 2x² + 5.
minus 3x cube. ഇനി പറ ഇതിൽ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഏതാ? ഷിഫ, പിന്നെ ഷിഫ പോയി. അയ്യോ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഷിഫ, minus 3x cube. വേരിയബിൾ എന്ന് പറഞ്ഞ ഇതിലേതാ? x അല്ലേ? എക്സിന്റെ പവർ എത്രയാ? ഹയസ്റ്റ് പവർ 3. അപ്പൊ ഡിഗ്രി ഏതായിരിക്കും ഇതിന്റെ? 3 ഡിഗ്രി 3 ആണെങ്കിൽ അത് എന്ത് പോളിനോമിയലാ? cubic. ക്ലിയർ ആയോ? ഓക്കെ. കൂടെ ഏത് പവർ വന്നാലും അതിൽ ഹയസ്റ്റ് പവർ ഏതാണോ അതായിരിക്കും അതിന്റെ ഡിഗ്രി. സോ ആ നെയിമിലായിരിക്കും പോളിനോമിയൽ. ഹയസ്റ്റ് പവർ 3 ആണെങ്കിൽ ക്യൂബിക്. ഹയസ്റ്റ് പവർ, അതാണ് ഞാൻ നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ ഈ 2x ക്യൂബ് 4y ക്യൂബ് ഇത് മാത്രം പറയാതെ അതിന്റെ കൂടെ 5x സ്ക്വയർ മൈനസ് 6 ഇതും ക്യൂബിക് പോളിനോമിയൽ തന്നെയാണ്. ഹയസ്റ്റ് പവർ ഷുഡ് ബി 3. ഓക്കെ, അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഡിഗ്രി ഷുഡ് ബി 3. വാട്ട് ഈസ് ഡിഗ്രി? ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ. ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 0, y raised to 0. Yes, y raised to 0. So highest power എന്താണോ അതായിരിക്കും അതിന്റെ ഡിഗ്രി. വേറെ എത്ര പവേഴ്സ് ഉള്ള കോഎഫിഷ്യൻസ് വന്നാലും വിഷയമില്ല. സോ ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ക്യൂബിക്ക് വേഗം എഴുതിക്കുക. എക്സാമ്പിൾസ് ഒക്കെ നോക്കിക്കേ. 2 minus x cube. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ വിഷയമില്ല. x cube, √2 x cube. റൂട്ട് 2 മാത്രമേ ഉള്ളൂ. വെരി ഗുഡ് സാഗരിക. നോക്കിക്കേ, 3 minus x square plus x cube. Still the highest power of x is 3. So it's an example. 3x cube minus 2x square plus x minus 1. ഇനി ഈ ടേംസിലൊക്കെ ഒരു പ്രത്യേകതയല്ല. എന്താണ്? ax cube plus bx square plus cx plus d is the general form where a, b, c, d are real numbers. 0 is also a real number. The only thing is that the coefficient of x cube should not be equal to 0. x cube ന്റെ കോഎഫിഷ്യന്റ് ഏതാ? a should not be equal to 0. ബാക്കി എന്ത് 0 ആയാലും കുഴപ്പമില്ല. നോക്കിയേ, ഇവിടെ b 0 ആണ്, c 0 ആണ്, d 0 ആണ് അല്ലേ? x സ്ക്വയറിന്റെ ടേം ഇല്ല, x ന്റെ ടേം ഇല്ല, കോൺസ്റ്റന്റ് ഇല്ല. താഴത്തെ എക്സാമ്പിളിൽ അതുപോലെ തന്നെ. ഇവിടെ x ന്റെ ടേം ഇല്ല, c is equal to 0. x ന്റെ ടേം ഇല്ല, x ന്റെ കോഎഫിഷ്യന്റ് ആണ് c. താഴെ ഏറ്റവും താഴെ എല്ലാം ഉണ്ട്. ഫസ്റ്റ് വണ്ണിലോ ബിയും സിയും 0, ഡി കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാ 0 വന്നെന്ന് മനസ്സിലായി? വെരി ഗുഡ് അഭിനന്ദ്. എവിടെയൊക്കെ 0 വന്ന്, എന്തിനാ ഞാൻ 0 ഇട്ടാന്നൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഹാൻഡ് റൈസ്. നൂഹ, എന്ത് പറ്റി? ഹാൻഡ് റൈസ് ഡൗട്ട് ആണോ? ഓക്കെ നൂഹ പറഞ്ഞു. റൂട്ട് എവിടെ ഇടാൻ പറ്റാത്തത്? എക്സിനാണ് റൂട്ട് ഇടാൻ പറ്റാത്തത്. വേരിയബിൾ നോക്കിക്കേ. ലീനിയർ പോളിനോമിയലിന്റെ പ്രത്യേകത എന്താ? അതില് ഇതെന്തായാലും വേണം. ലീനിയർ ആണെങ്കിൽ ഇതെന്തായാലും വേണം. പിന്നെ എന്തായാലും കുഴപ്പമില്ല. മനസ്സിലായോ? ഇത് വേണം. ഹയസ്റ്റ് പവർ റൂട്ട് ആവാൻ പാടില്ല. ഓക്കെ, ഓക്കെ. If a is equal to 0, so it will be 0, so 3 will become, and it becomes a quadratic. Yes, Hasim, you are right. ഇതിൽ a 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? bx square plus cx plus d, it will become a quadratic equation. a യും b യും 0 ആയാലോ? a യും b യും 0 ആയാൽ it will become a linear equation. പിന്നെ ആകെ cx plus d മാത്രമേ ഉള്ളൂ. ഇനി ചോദിക്കാൻ പോവുകയാണ്, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നാലോ? ഓക്കെ ഫൈൻ. ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ എപ്പോഴാണ് ഇത്ര നേരം എക്സ്പ്രഷൻ എന്നാണ് പറഞ്ഞത്? ഇതാണോ സാഗരിക? ഓക്കെ, തോന്നി. ഓക്കെ, വേഗം എഴുതിക്കോ. നിങ്ങൾ ഇപ്പൊ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ അല്ലേ? ഭാഗ്യം. ഫോർ ആൻസറിങ് ദി ക്വസ്റ്റ്യൻ. അത് തന്നെയാണോ സാഗരിക? ഓക്കെ. അപ്പൊ എഴുതി കഴിയാത്തല്ലേ? അത് വല്ലാതെ സുഖമാ ഫാത്തിമ. എന്താ നെവിൻ കേട്ടോ? അതായത്
ലാപ്പിൽ പി പി ലൈക്ക് വാട്സപ്പ് ഓൺ ആണ്, അതാണ് സൗണ്ട്. എൻ്റെ ഫോൺ സൈലൻ്റാ. ഓക്കെ, സോ യെസ്, ആര് പറയും? സാഗരിക. സ്ലൈഡ് കാണിക്കുന്നതിന് മുന്നേ ഹാൻഡ് റൈസാ. യെസ് ആലിയ. ഓക്കെ, സോ പറഞ്ഞോ. ഇതൊരു ക്വാഡ്രാറ്റിക്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത്രയും നേരം ഞാൻ എക്സ്പ്രഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്, പോളിനോമിയൽ എന്നൊക്കെയാണ് പറഞ്ഞത്, എന്നൊക്കെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയുന്നു ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? യെസ്, ഓക്കെ, സാഗരിക പറഞ്ഞോ. സാഗരിക മുമ്പേ ഹാൻഡ് റൈസ് ചെയ്തതാണ്. സർ, കാരണം എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ പി എക്സ് ഈസ് ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു സൈൻ വന്നാൽ അത് ഇക്വേഷൻ ആയിട്ട് മാറും. യെസ്, വെരി ഗുഡ്. അതിന്റെ ഇടയ്ക്ക് ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഇസ് 2. അതെന്തിനാ മോളെ ഇപ്പൊ പറഞ്ഞത്? ഡിഗ്രി 2 അല്ല. യെസ്, ഡിഗ്രി 2 ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ ചോദിച്ചത്, യെസ് ഗുഡ് സാഗരിക എന്നൊക്കെ ജസ്ലി പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് എങ്ങനെയാണ് ഇക്വേഷൻ ആയത്? ഈക്വൽ ടു സൈനും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇക്വേഷൻ. ഓക്കെ, പുട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ ദി പോളിനോമിയൽ. ഇനി ഞാൻ ബാക്കി പറയട്ടെ. മാം 2 ആണ് ആൻസർ. ഞാൻ നോക്കട്ടെ. പുട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻ ദി പോളിനോമിയൽ എന്ത് വിളിക്കും? കിട്ടുവോ? അല്ല, നമ്മളിപ്പോ നമ്മൾ പി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 അപ്പോ അഥവാ നമ്മൾ ഈ എക്സിനെ 2 വെച്ച് റീപ്ലേസ് ചെയ്താൽ കഴിഞ്ഞാൽ അപ്പോൾ 2 സ്ക്വയർ മൈനസ് 3x മൾട്ടിപ്ലൈഡ് ബൈ 2 മൈനസ് 4. അപ്പോ 4 മൈനസ് 6 മൈനസ് 4 മൈനസ് 6 ആൻസർ. യെസ്, മൈനസ് 6 ഇസ് ദി ആൻസർ. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. സോ നമ്മള് ജസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു, അതില് ഒരു വാല്യൂ എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ പി ഓഫ് 2 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് -6 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടി. അങ്ങനെ അതുപോലെ നമ്മൾ ജനറൽ ആയിട്ട് ഒരു പോളിനോമിയൽ എടുക്കുകയാണ്. പി ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അല്ലെങ്കിൽ എന്താണ് ലീനിയർ പോളിനോമിയൽ, അല്ലെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ, എന്തൊരു ടൈപ്പ് പോളിനോമിയൽ ആണെങ്കിലും, ആൻഡ് ഇഫ് k is any real number, ഇവിടെ നമ്മൾ 2 ആണ് എടുത്തത്, ഏതെങ്കിലും ഒരു നമ്പർ എടുത്തു, then the value obtained by replacing x by k in p of x is called the value of p of x at x is equal to k and is denoted by p of k. Okay, value of p of x at x is equal to k denoted by p of k. ഇവിടെ p of x ല് x ന്റെ വാല്യൂ k കൊടുത്തപ്പോൾ 2 കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു? p of 2 എന്ന് വന്നു. സോ ഇതിനെയാണ് പറയുന്നത് വാല്യൂ ഓഫ് p of x. ഇത് നിങ്ങൾക്ക് അറിയാലോ, അറിയാവുന്ന സംഭവമല്ലേ? ഇതെല്ലാം കഴിഞ്ഞ വർഷം പഠിച്ചതാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. ഇത് എഴുതേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? എഴുതണമെങ്കിൽ എഴുതിക്കോ. എല്ലാവരും തകർത്തിരുന്ന് എഴുതുന്നുണ്ട്, ദൈവമേ ആർക്കും അറിയത്തില്ലേ. ഓക്കെ, -6 ആണ് ആൻസർ. -6 ദേവ, ജോസൂട്ടി, അതിന്റെ മുകളിലാരോ ഉണ്ട്, നൂഹ, ജോന്ന, ആമിൽ, നെവിൻ. എല്ലാരും -6 പറഞ്ഞ് സന്തോഷം. ജസ്ലിന് -6 പറഞ്ഞ് സന്തോഷം. ഗൗതം സന്തോഷം. നെവിൻ സന്തോഷം. ഹ്യൂമൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ. ഇതിലേതാ മോനെ റിപ്പീറ്റ് ചെയ്യേണ്ടത്? നൂഹ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു. p of x is equal to x square minus 3x minus 4. ഓക്കെ നവീൻ ദേവ്. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു, അതില് എക്സിന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ 2 എന്ന് പറഞ്ഞൊരു റിയൽ നമ്പർ, എനി റിയൽ നമ്പർ, ഇവിടെ നമ്മൾ 2 എന്ന് പറഞ്ഞൊരു റിയൽ നമ്പർ എടുത്ത് റീപ്ലേസ് ചെയ്തു. നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. -6 എന്ന ആൻസർ കിട്ടി. p of 2 is equal to -6 എന്ന് കിട്ടി. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇനി ജനറൽ ആയിട്ടൊരു കാര്യം പറയാണ്. അതുപോലെ ഒരു പോളിനോമിയൽ p of x is a polynomial in x, എക്സിലുള്ള പോളിനോമിയൽ ആണ് p of x, and if k is any real number, ഒരു റിയൽ നമ്പർ, ഇവിടെ 2 ആണ് എടുത്തത്, ഏതെങ്കിലും ഒരു റിയൽ നമ്പർ എടുത്തു, then the value obtained by replacing x by k in p of x, എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂവിനെയാണ് നമ്മൾ പറയുന്നത് വാല്യൂ ഓഫ് p of x at x is equal to k denoted by p of k. p of k എന്നാണ് പറയുന്നത് p ബ്രാക്കറ്റിൽ k, അല്ലെങ്കിൽ p ബ്രാക്കറ്റിൽ ആ കോൺസ്റ്റന്റ്. താങ്ക്സ് ജസ്ലിൻ ഫോർ ദി കോംപ്ലിമെന്റ്. മാം, ദിസ് ഇയർ ഇൻ സ്കൂൾ വി സ്റ്റാർട്ടഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ ആൻഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ഇറ്റ്. ഇപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തേ? ന്യൂ എം. ഓക്കെ,
So anyways, quadratic equation alla nammade ividuthe main topic. We are dealing with linear, quadratic, cubic, polynomial and their graphs as well. So this is just an introduction part. These are the things that you have learned in your previous classes, right? So I just came here to brief it up, but I know you all know the answers, but still I just wanted to make sure that each and every one of you are clear with these concepts. Okay, so shall I change the slide? എന്ത് സൗണ്ട് വരുന്ന ചോദിച്ചിരിക്കുക. Okay, done. Very good. So p of x is equal to x square minus 3x minus 4. Same quadratic equation at x is equal to minus 1. വേഗം solve ചെയ്തിട്ട് comment box ലിട്ടെ. At x is equal to minus 1. What is the value of p of x? സന്തോഷമായോ? Effect. Question mark ഒന്നും ഇവിടെ എടുക്കില്ല. No question marks. You should be sure about your answer. Previous slide. Okay. പറന്നു വന്നിരുന്നു. നന്നായി വരും. ഞാൻ പിന്നെ എടുത്തരാം. Okay. Different answers. Ashwin, please take your answer. Jesslyn, I won't answer such questions. You should be sure about your answer. Yes, Dia. Yes. Okay, next slide. Miss, next slide, please. Yes. ഇനി ഞാൻ നോക്കട്ടെ എന്ത് വന്നു. Yes. Okay. Ismaya, no question marks accepted here. You should be confident about your answer. Ismaya, sign mistake. Jiva, sign mistake. Hiba, sign അപ്പോൾ കുറച്ചുപേർക്കൊക്കെ നന്നായിട്ട് സോൾവ് ചെയ്യാൻ അറിയാമെന്ന് മനസ്സിലായി. How will you solve this? Substitute the value of minus 1 in the equation. X ന്റെ സ്ഥാനത്ത് minus 1 substitute ചെയ്തു. So what will you get? Minus 1 square minus 3 into minus 1 minus 4, which is equal to, what is the square of minus 1? A negative number raised to an even number is positive. Okay. Any negative number raised to an even number, 2, 4, 6, 8 or 0. Yes, any number is positive. So minus 1 square will be 1. Minus 3 into minus 1. Minus into minus. കഴിഞ്ഞ ദിവസം 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചേ ഉള്ളൂ. Minus into ജിക്കി സാർ പറഞ്ഞു. Minus into minus is plus. Then what is remaining? So this is equal to 0. 1 plus 3, 4. 4 minus 4 is equal to 0. So p of minus 1, 0 എന്ന് കിട്ടി. Now what will be p of 4? Make it fast. I think we don't have much time. p of 4 is equal to p of minus x. വളരെ നല്ലൊരു ഉത്തരമാണ്, പക്ഷെ അത് ആവശ്യമില്ല. p of minus 1 ആണ്. Okay, that's correct, Gayatri. It's not minus x, it's minus 1. Yes, new m, you are right. Yes. So p of 4 square. ആരില്ല ഒന്നുമില്ല, പേടിക്കണ്ട. തിരിച്ചു വന്നു. സാർ വിഷമിക്കല്ലേ. 4 square minus 3 into 4 minus 4. ഇങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ടേ സിംപ്ലിഫിക്കേഷനിലേക്ക് പോകാവുള്ളൂ. 4 square is 16. 16 minus 3 into 4 is 12. You know the Bodmas rule, right? So ആദ്യം ഏതാ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ പിന്നെ സബ്ട്രാക്ഷൻ. Follow the Bodmas rule. Minus 4. 16 minus 12. 4. 4 minus 4. 4 minus 4 is again 0. So ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ തന്നിട്ട്, ഒരു പോളിനോമിയൽ തന്നിട്ട് അതിലെ വേരിയബിൾ, ഹിയർ ഇറ്റ് ഈസ് എക്സ്, ഒരു പോളിനോമിയൽ തന്നിട്ട് അതിലെ വേരിയബിളിന്, യെസ് ബിൻറ്റ യു ആർ റൈറ്റ്, അതിലെ വേരിയബിളിന് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് 0 ആസ് ദി ആൻസർ. മുമ്പത്തെ സ്ലൈഡിൽ എന്തുവായിരുന്നു? യെസ്, വി ഹാഡ് ദി സെയിം ഇക്വേഷൻ, we put 2 ഇട്ടപ്പോൾ എത്ര കിട്ടി? We got minus 6. But when we substituted minus 1, we got 0. When we substituted 4, we got 0. Which means as p of minus 1 is equal to 0 and p of 4 is equal to 0, minus 1 and 4 are called the zeros of the quadratic polynomial x square minus 3x minus 4 3.
ഈ ആൻസറിന്റെ ക്വസ്റ്റ്യൻ ആണ് വരും. ഈ ആൻസറിന്റെ ക്വസ്റ്റ്യൻ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് ആണ്. ഈ ആൻസറിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഇക്വേഷൻ തരും, ഒരു ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിനോമിയൽ തരും, ലീനിയറോ ക്വാഡ്രാറ്റിക്കോ ക്യൂബിക്കോ ബൈ ക്വാഡ്രാറ്റിക്കോ ഏതെങ്കിലും തരും. എന്നിട്ട് അതിന്റെ വാല്യൂസ് ജസ്റ്റ് കണ്ടുപിടിക്കാൻ പറയും, അത്രേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങളോട് ചോദിക്കത്തില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് ബേസിക് പാർട്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഗ്രാഫും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. ഓക്കെ, വീഡിയോ ചെറുതായിട്ടൊന്ന് ഓണാക്കിക്കോ കേട്ടോ. Okay, alpha and beta, coming to that, Dia. Okay, so those elements when substituted in the equation give us the answer as 0. Then such numbers are called, previous slide, yes, this is the previous slide, right? ഇതിനു മുൻപത്തെ സ്ലൈഡ് വേണോ? Such numbers are called, ഇത് കഴിഞ്ഞല്ലേ, ഇതല്ലേ ഉദ്ദേശിച്ചത്? Such numbers are called the zeros of the polynomial. സീറോ അല്ല, സീറോ ഓഫ് ദി പോളിനോമിയൽ. എന്താണ് സീറോ ഓഫ് ദി പോളിനോമിയൽ? ഒരു പോളിനോമിയലിന് സീറോ ഓഫ് എ പോളിനോമിയൽ. സോ ഒരു പോളിനോമിയൽ എടുത്തിട്ട് അതില് എക്സിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വേരിയബിളിന്റെ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇഫ് വി ഗെറ്റ് ദ എക്സ്പ്രഷൻ, ദി വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ആസ് 0, then they are called as zeros of the polynomial. Yes, Ananya, Kanya. X plus 1 and x minus 4 are factors of this quadratic equation, right? Newam, yes, they are the factors. That just ഒന്ന് multiply ചെയ്തിട്ട് simplify the x plus 1 into x minus 4 and tell me what you will get. Yes, x plus 1 and x minus 4 are the factors of the quadratic equation. Yes, x plus 1 and x minus 4. Previous slide of this one. ഇതിന്റെ മുന്നത്തെ സ്ലൈഡ് അത് എഴുതിയില്ല. സോ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ടായിരുന്നു, വേഗം എഴുതിക്കോ, വേഗം എഴുതി. ഇഫ് യു ആഡ് എ നമ്പർ ഇൻ ദ പ്ലേസ് ഓഫ് എക്സ് ആൻഡ് ഇഫ് യു ഗെറ്റ് 0, add a number. Oh, പുട്ടായിരിക്കും ഉദ്ദേശിച്ചത്. Then the number is 0 of the polynomial, right? Yes, Lakshmi, I think you meant if we place a number or if we put a number, not add a number. Next slide, ma'am. Ma'am, next slide. Thank you. Okay. So ഇത് വേഗം എഴുതിക്കോ, ഇതിൽ അധികം എഴുതാനൊന്നും ഇല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാ? 0. ആൻഡ് യെസ് കമ്മിങ് ടു ദാറ്റ്, കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0. അതിന് എന്തെങ്കിലും റൂട്ട് അല്ലെങ്കിൽ 0 ഉണ്ടായിരിക്കുമോ? ഇല്ല. ലീനിയർ ആണെങ്കിൽ യെസ്, ആ ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. ലീനിയർ ആണെങ്കിൽ യെസ്, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ, ആൽഫ മൾട്ടിപ്ലൈ ബീറ്റ സി ബൈ എ. യെസ്, അത് നമുക്ക് പക്ഷെ ഇപ്പൊ ആവശ്യമില്ല. നമുക്ക് മൈനസ് ബി ബൈ എ സി ബൈ എ ജസ്റ്റ് അത് മാത്രമേ ആവശ്യമുള്ളൂ. സി ബൈ എ ആവശ്യമേ ഇല്ല, മൈനസ് ബി ബൈ എ. ദിസ് ഇസ് ജസ്റ്റ് ദി ഇൻട്രോഡക്ടറി പാർട്ട്. ഓക്കെ, asking for the next slide. ഈ സാധനം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, P of 4. Okay, these are called as, which one are called as the zeros? Minus 1 and 4 are the zeros of the quadratic polynomial x square minus 3x minus 4. A real number k, we are generalizing, a real number k is said to be a zero of a polynomial p of x if p of k is equal to 0. Okay, അപ്പോൾ എപ്പോഴാണ് ഒരു നമ്പറിനെ നമ്മൾ സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്? ആ നമ്പർ ആ പോളിനോമിയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിക്കഴിഞ്ഞാൽ those numbers are called as the zeros of the polynomial. If k is a zero of p of x, ax plus b, then p of k is equal to ak plus b is equal to 0. Okay, അല്ലേ? ax plus b എന്ന് പറഞ്ഞ പോളിനോമിയലിൽ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് k കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ സ്ഥാനത്ത് k കൊടുത്തപ്പോൾ, ഒരു കോൺസ്റ്റന്റ് കൊടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി. അതാണ് സീറോ ഓഫ് എ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? Plus b, right hand side വന്നപ്പോൾ minus b ആയി, and the constant will be minus b by a. Yes, this is how we get minus b by a. P of k is equal to ak plus b, which will be equal to 0. That is k is equal to minus b by a. So that zero of a polynomial will be equal to minus b by a for a linear equation. ലീനിയർ ഇക്വേഷനിലാണ് എന്ത്? k is equal to minus b by a. ക്വാഡ്രാറ്റിക് ഇക്വേഷനും ക്യൂബിക് ഇക്വേഷനും ഒക്കെ നമുക്ക് കാണാം. അതിന്റെ ഗ്രാഫ്സ് ആണ് നമ്മൾ
ജോമെട്രിക് റെപ്രസെന്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരും പറയാൻ മറന്നുപോയൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഇടേണ്ട സമയമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ എവിടെയായിരുന്നു? എക്സാം വേണ്ടേ? ആരും അറിഞ്ഞു? യെസ്, എക്സാം ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്നും ഐ തിങ്ക് there are some, yes, one more thing is there. So the zero of a polynomial, linear polynomial x plus b is minus b by a, which is equal to minus of constant term. ഇതിൽ b constant അല്ലേ? Constant term divided by the coefficient of x. അവരുടെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റൂ. Yes, ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10th CBSE. ഓക്കെ ഓക്കെ, b എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലാം തകർന്ന് തരിപ്പണമായി ഗുയിസ്. Yes, b is the constant and a is the coefficient of x അല്ലെങ്കിൽ k. Okay, so minus b by a will be the zero of a linear polynomial. Okay, yes, Jasmine, it is. Sum of zeros is minus b by a, product of zeros is c by a. അപ്പോൾ അത്രയും കാര്യങ്ങൾ. പിന്നെ ഐ തിങ്ക് ഓക്കെ, അപ്പോൾ ടൈം ആയി ഫോർ ദി ഇൻഫർമേഷൻ ഓഫ് ന്യൂ സ്റ്റുഡൻസ്. വി ആർ ഹാവിംഗ് എക്സാം. സോ എക്സാമിന് ചെയ്യേണ്ട കാര്യം, either your parents or someone elder in your family should be there with you during the time of exam. And how do you attend the exam? Okay, so listen. You join today's class using a link provided from the 90+ team via WhatsApp, right? Through WhatsApp you got a link to join today's class from 90+. So just press the back button or just minimize this screen. Don't leave, don't exit. Instead minimize the screen and go back to that chat, and just below that link there is a page called student exam. Click on that and you will be directed to the exam. And if you are facing an issue, just refresh that page again, because like before attending the class, if you have tried attending the exam, then it won't be activated. Today's exam not student exam. So okay Nevi, thank you for the correction. In the beginning it was student exam. So today's exam is there. Click on that, then you will be directed to the exam. There will be 5 questions, each carrying 2 marks each. And so your exam will be out of 10 and you will be provided. Yes, of course you may start. And if you are facing any issue, just raise your hand and let me know. Ma'am, first question ഒരു problem ഉണ്ട്. എന്താണ് മോനെ problem? Just a minute. Let me see what the problem is. So any hand raises, new students? Ma'am, ഇതിൽ ആൽഫ ബീറ്റ ഗാമ ഒക്കെ ഉണ്ടോ? ഇല്ലേ? ഇല്ല, പറ്റിച്ച്. This is the first question. ഇതിലെന്താ മോനെ പ്രോബ്ലം? ന്യൂയം 10 on 10. So new students, I hope the instructions are clear to you. Do you have any issues? Are you able to attend the exam? No reaction. Yes, 10 on 10, 10 on 10. ന്യൂയം ദിയ, ക്വസ്റ്റ്യൻ പേപ്പറിൽ പവർ ഇല്ലെന്ന്. എന്റെ പൊന്നു മോനെ, ഞാൻ ആദ്യമേ തന്നെ അങ്ങ് പേടിപ്പിക്കേണ്ടത്. ചാപ്റ്റർ തുടങ്ങിയതല്ലോ, ഇനി അങ്ങോട്ട് പവറോട് പവർ ആയിരിക്കും. Yes, 8 on 10. ശ്രുതി പേര് വെച്ചിട്ട് ഇട്ടേക്കുന്നത്. ശ്രുതി 10 on 10. Yes, ശബാഷ്. Yeah, next day നമുക്ക് കളറാക്കാം. ഇന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ, it was just the introduction, right? So after attending the exam you are supposed to comment your marks. Amy 10 on 10, Adin 10 on 10, 10 on 10, Jesslyn 8 on 10. Okay, very good. Nuha 10 exclamation. Yeah, 10. Tadang. Ashlyn 10 on 10. Okay, what else? Nuha is so happy. Okay. Oh, first question il power കാണുന്നില്ലെന്നാണോ? I think you should contact an eye doctor. Answer of 4th question. So you need a discussion. So new students, just tell me how was today's class? You like the class or you have any feedback or suggestions or anything? Other students applicable ആണ്. Still preferably new students. Okay, if you are done with the exam, then just this is you.
nothing. Yeah, fourth question നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതാണ് ക്ലാസ്സിൽ. ബട്ട് സ്റ്റിൽ 10 on 10 കിട്ടിയവരാണല്ല. അപ്പോൾ താളം പിടിച്ചു വിളിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. We'll be taking that on the next day's class, so don't worry. Even if you are making it wrong, it's okay. But give some marks. And one more thing, you will be provided only 10 minutes. If you are taking more than that, the exam will be automatically turned off. But I don't think that you need 10 minutes. At least a minute. Do you need a minute to solve this paper? Okay, Abhinand, very good. Jasmine, very good. എനിക്ക് തോന്നുന്നു ഈ okay, Vismaya good. 10 സെക്കൻഡ്. Yes, സാഗരിക്ക് 10 സെക്കൻഡ് പോലും വേണ്ടായിരുന്നു. വെരി ഗുഡ്. സോ എനിക്ക് തോന്നുന്നു ഫോർത്ത് ക്വസ്റ്റ്യനിൽ എല്ലാവർക്കും ഡൗട്ട് വന്നെന്ന് തോന്നുന്നു. 8 on 10 കാർക്കൊക്കെ ഫോർത്ത് വണ്ണാണ് തെറ്റിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഈ നേരത്തെ ചെയ്ത് തീർക്കുന്നോണ്ട് അറിയാത്തതാ 10 മിനിറ്റിന്റെ കാര്യമൊക്കെ. ഗോഡ് ഫുൾ മാർക്സ് മാം, വെരി ഗുഡ്. ആദിലക്ഷ്മി ഗുഡ്. സേറ ഗുഡ്. 2 good, 3 good, 4 good. Anna 8 on 10, very good. Okay, is there anyone still attending the exam? Muhammad Rayhan 8 on 10, very good. Megan -6 on 1 of the committee there, very good. Hannah 8 on 10, very good. Josuri, very good. Sri Lakshmi, very good, very good. Okay, is still anyone attending the exam? Please raise your hand. Very good. Nia, Bhavya, very good. Darshana, very good. No one. Everyone finished. So, do you need a discussion? Discussion veno. Questions in the discussion veno. Simple question paper, right? Fourth question നമ്മൾ പഠിപ്പിക്കുന്നതേ ഉള്ളൂ. Yes ma'am, no. വേണോ? Today's class was wonderful. Thank you, Lakshmi. Okay, yes no ഒക്കെ കാണുന്നുണ്ട്. So, വേഗം നമുക്ക് ഒരു ക്വിക്ക് പെട്ടെന്ന് നോക്കാം. Degree of a polynomial. Degree is the highest power. ഏതാണ് മോനെ പവർ? 4 അല്ലേ? X raised to 4 is the highest power is 4. Second question, P of x is a polynomial of degree 1 and P of a is equal to 0, then a is said to be 0 of P of x അല്ലേ? ഒരു polynomial of degree 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീനിയർ ഇക്വേഷൻ ആയിരിക്കും അല്ലേ? P of a is equal to 0. If this is equal to 0, then a will be 0 of P of x. Okay. Polynomial of degree n has at most n zeros. ഇതാണ് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് പറയാൻ വന്നത്. ബട്ട് ക്യൂബിക് ഒക്കെ പറഞ്ഞു വന്നാലേ ഇത് പറയാൻ പറ്റുള്ളൂ. at most n zeros. അതായത് കോൺസ്റ്റന്റ് പോളിനോമിയലിന് 0 ഇല്ല. ലീനിയർ പോളിനോമിയലിന് ഒന്നെങ്കിൽ ഒരു 0 ഇല്ലെങ്കിൽ നോ 0. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 1 0 അല്ലെങ്കിൽ നമ്മൾ വരുന്നതേ ഉള്ളൂ. അങ്ങനെ n ഡിഗ്രി ആണെങ്കിൽ at most the maximum n zeros കാണുള്ളൂ. അതിൽ താഴെ ആയാലും കുഴപ്പമില്ല. ഇതാ മിസ് തെറ്റിയ. ഓക്കെ, ഇതാണ് തെറ്റിയത്. അപ്പൊ ഇതൊക്കെ ശരിയാക്കിയോ? ആൻസർ ഉണ്ട് ഇതിന്റെ. ഇഫ് ദ ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ഇന്റർസെക്ട്സ് x ആക്സിസ് at 3 points it contains 3 zeros. ഇതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. ഗ്രാഫ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഗ്രാഫ് ഓഫ് ദിസ്. സോ വിൽ സീ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ലാസ്റ്റ് വൺ, പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0, കോൺസ്റ്റന്റ് പോളിനോമിയൽ. പഠിപ്പിച്ചായിരുന്നോ? ഞാൻ പഠിപ്പിച്ചില്ല. താങ്ക് യു മാം ഫോർ സച്ച് എ വണ്ടർഫുൾ ക്ലാസ്. ഓക്കെ, ആദിലക്ഷ്മി B, yes, Ashley B. Parabola, coming to that. Thank you, ma'am, for the amazing class today. Okay, thank you, Devi. അല്ല ഞാൻ അതിൻ്റെ ഒപ്പം പറഞ്ഞു അതിൻ്റെ മുന്നേ നിർത്താൻ തുടങ്ങി നിങ്ങളൊക്കെ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം? എന്താ? താങ്ക് യു മാം. ഓക്കെ, മുഹമ്മദ് റഹാൻ. ഓക്കെ, മിസ് തേർഡ് വൺ ഒന്നുകൂടെ പറയുമോ? ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വിസ്കൂമിൽ പോകണം. തേർഡ് വൺ, ഡിഗ്രി എൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, വിഷമിക്കേണ്ട. ഡിഗ്രി എൻ എന്ന് പറഞ്ഞാൽ x² - 3x + 2 ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെന്ന് വെച്ചോ. ഇതിന് 2 0 കാണും, 2 റൂട്ട് കാണും, അല്ലെങ്കിൽ 2 0 കാണും. ക്യൂബിക് ആണെങ്കിൽ 3 0 കാണും. അങ്ങനെ x raised to n ആണെങ്കിൽ n റൂട്ട്സ് കാണും. ടു ദ മാക്സിമം n, അല്ലെങ്കിൽ അതിന് താഴെ. അത് നമ്മൾ വരുന്നതുള്ളൂ, അതിലേക്ക് വിഷമിക്കേണ്ട. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ്സ് എൻഡ് ഓഫ് അവർ സെഷൻ. ഓക്കെ, സോ മെനി താങ്ക് യൂസ് കാണുന്നുണ്ട്. എല്ലാവരും താങ്ക് യു ഉണ്ട്. സന്തോഷം. സോ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീക്ക് ഹോപ്പ്ഫുള്ളി. And till then, take care. Have a great week ahead. Okay, then see you. Bye.